ആധുനിക മലയാള സാഹിത്യ ശാഖയിൽ ഒഴിച്ചുകൂടാനാവാത്ത പങ്ക് വഹിച്ച ഒരു സാഹിത്യകാരനാണ് ശ്രീ കേസരി ബാലകൃഷ്ണപിള്ള. മറയില്ലാത്ത ഭാഷയിൽ അദ്ദേഹം നവോത്ഥാന കേരളത്തിൻ്റെ കാതലായ സാമൂഹ്യ നീതിയെയും അനീതിയെയും പറ്റി നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നു. കേസരിയുടെ സാഹിത്യത്തിൻ്റെ നിസ്സീമമായ മാനതകൾ അതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ സുനിൽ മാഷിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് I just wanted to announce our dear sponsors for the event without whom this would not have taken place today. Our title sponsor is Roshan Thomas of Agape Trinity Insurance Agency. Our champion sponsors are Upasana Dance Academy, Lindsay Matthew from Keller Williams Eastside Realty, John Titus from Aero Controls. Thank you. And our ally sponsors are Mohini Performing Arts, Bhumi Garden Designs, Quadrant Technologies, and Medquay. And our festival friend finally is Maurya Indian Restaurant and Grocery. Thank you so much, sponsors. പ്രിയപ്പെട്ടവരെ, കേസരി ബാലകൃഷ്ണപിള്ളയെക്കുറിച്ച് അദ്ദേഹം ജീവിച്ച നാടിൻ്റെ പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ ഇപ്പുറത്തിരുന്ന് ഓർക്കുന്നതിൽ ചരിത്രപരമെന്ന് വിളിക്കാവുന്ന ഒരു നീതിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേസരി അടിസ്ഥാനപരമായി സാർവദേശീയതയിൽ വിശ്വസിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 2 പതിറ്റാണ്ടിലധികം അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നത് ചരിത്ര ഗവേഷണത്തിലാണ്. തൻ്റെ ചരിത്ര ഗവേഷണത്തെക്കുറിച്ച് കേസരി പറഞ്ഞ ഒരു കാര്യം, ദേശീയമായ മിഥ്യാഭിമാനത്തിൻ്റെ തകരച്ചെണ്ടകൾ മുഴങ്ങിക്കേൾക്കാത്തൊരു കാലം രൂപപ്പെടുന്നതിന് വേണ്ടിയാണ് താൻ ചരിത്രാന്വേഷണത്തിൽ ഏർപ്പെടുന്നത് എന്നാണ്. ദേശീയമായ മിഥ്യാഭിമാനം, ജിങ്കോയിസം എന്ന് നാം വിളിച്ചു പോരുന്ന ആ പ്രവണത നാം ഇന്ന് കാണുന്നതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായി പരിമിതമായിരുന്നൊരു കാലത്ത് ദേശീയത എന്ന ആശയം ലോകത്തെ വലിയൊരു ജനവിഭാഗത്തെ സ്വാതന്ത്ര്യബോധത്തിലേക്കും സാമ്രാജ്യവിരുദ്ധ സമരങ്ങളിലേക്കുമൊക്കെ നയിച്ചുകൊണ്ടിരുന്നൊരു കാലത്താണ് കേസരി ദേശീയത അപകടം പിടിച്ചൊരാശയമാണെന്നും മനുഷ്യവംശം ഏകലോകമെന്ന ആദിമമായ ഒരു തത്വത്തിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടതുണ്ട് എന്നും അതിനുപയുക്തമാകുന്ന വിധത്തിലാണ് താൻ തൻ്റെ ജീവിതം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും എഴുതിയത്. അദ്ദേഹം പരാജിതനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് കേസരിയെക്കുറിച്ച് ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പല ലോകങ്ങളിൽ ജീവിച്ച ഒരാളായിരുന്നു കേസരി. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ പത്രാധിപരായിരുന്നു. അദ്ദേഹം മലയാള ഭാഷ കണ്ട ഏറ്റവും വലിയ ദാർശനിക സ്വഭാവമുള്ള സാംസ്കാരിക സാഹിത്യ വിമർശകനായിരുന്നു. കലാവിമർശനം എന്നൊരു മേഖല മലയാളത്തിൽ ഉദ്ഘാടനം ചെയ്ത ആളുകളിൽ ഒരാൾ കേസരിയായിരുന്നു. അദ്ദേഹം വലിയ ചരിത്രാന്വേഷിയായിരുന്നു. ഇതെല്ലാം ചെയ്തതിന് ശേഷവും അദ്ദേഹം പൊതുവിൽ വായിക്കപ്പെടുകയോ മനസ്സിലാക്കപ്പെടുകയോ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് കാര്യമായി ആദരിക്കപ്പെടുകയോ ചെയ്യാത്ത ഒരാളായിരുന്നു. തൻ്റെ ആശയങ്ങളെക്കുറിച്ച് കേസരി പറഞ്ഞ ഒരു വാക്യം, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ ആശയങ്ങൾ കാര്യമായിട്ട് ആരും ശ്രദ്ധിക്കില്ല, മരിച്ച് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങും, അരനൂറ്റാണ്ട് കഴിയുമ്പോൾ ഞാൻ പ്രസിദ്ധനാവും. ഇപ്പോൾ അരനൂറ്റാണ്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഇങ്ങേ കോണിൽ നാം കേസരിയെക്കുറിച്ച് ചിലത് പറയുന്നു എന്നതിന് ഒരു ചരിത്രപരമായൊരർത്ഥം ഉണ്ട്. കേസരി കാലത്തിന് വളരെ മുമ്പേ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. മാസ്കുലിനിറ്റി എന്ന് നാം ഇന്ന് പറയുന്ന ബലിഷ്ഠ വ്യക്തിത്വം വാസ്തവത്തിൽ വിഡ്ഢിത്തമാണ് എന്ന് കേസരി എഴുതുന്നത് ആധുനിക വ്യക്തിത്വം എന്ന ആശയം കേരളത്തിൽ രൂപപ്പെട്ട് തുടങ്ങുന്ന സമയത്താണ്. 1932 മറ്റോ അദ്ദേഹം എഴുതുന്നൊരു വാക്യം, ബലിഷ്ഠവും ആദിമധ്യാന്ത പൊരുത്തമുള്ളതുമായ വ്യക്തിത്വം ഇനി മുതൽ ബുദ്ധിശൂന്യർക്കും നിരീക്ഷണപാഠവും ഇല്ലാത്തവർക്കും മാത്രമേ ഉണ്ടാവൂ എന്നാണ്.
അന്ന് കേരളത്തിൽ നാടുവാഴുത്തത്തിൽ നിന്ന് ആധുനിക മനുഷ്യരിലേക്കുള്ള സഞ്ചാരം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ഒരു ബലിഷ്ഠ വ്യക്തിത്വം മാതൃകയായി തുടങ്ങുന്ന ഒരു കാലത്ത് തന്നെ ഇതങ്ങേയറ്റം അപകടകരമായ ഒന്നാണെന്നും ജീവിതബോധമില്ലാത്ത, സാമൂഹ്യബോധമില്ലാത്ത മനുഷ്യരിലാണ് ഈ ബലിഷ്ഠ വ്യക്തിത്വം എന്ന ആശയം പ്രബലമാവുക എന്നും കേസരി നിരീക്ഷിക്കുന്നുണ്ട്. പിൽക്കാലത്ത് ഈ ബലിഷ്ഠ വ്യക്തിത്വം അയവില്ലാത്ത, ആദിമധ്യാന്ത പൊരുത്തമുള്ള, ഒന്നിനോടും വിട്ടുവീഴ്ച ചെയ്യാത്ത വ്യക്തിഭാവനയാണ് ഫാഷിസത്തിൻ്റെ ബീജരൂപം എന്ന് പിൽക്കാലത്ത് പലരും നിരീക്ഷിക്കുന്നുണ്ട്. കേസരി എഴുതുന്ന കാലത്ത് പക്ഷേ ഈ ആശയങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഏതോ നിലയിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആധുനികത ജന്മം നൽകിയ കുടുംബം എന്ന സ്ഥാപനത്തെക്കുറിച്ച് അദ്ദേഹം വളരെ പരുഷമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം സ്ത്രീവിമോചനം എന്ന ആശയമൊക്കെ രൂപപ്പെടുന്നതിന് വളരെ മുമ്പേ, അത് നമ്മുടെ നാട്ടിൽ വേരുപിടിക്കുന്നതിനോ സിമോൺ ദി ബൊവേയുടെ സെക്കൻഡ് സെക്സോ രണ്ടാം തരംഗ സ്ത്രീവാദമോ ഒക്കെ വരുന്നതിന് എത്രയോ മുമ്പ് അദ്ദേഹം എഴുതുന്ന ഒരു വാക്യം, സ്ത്രീയെ അടുക്കള ചക്കിയും പേറ്റുമൃഗവുമാക്കി മാറ്റിക്കൊണ്ടും പുരുഷന്മാരെ വീട്ടുതമ്പ്രാക്കന്മാരും വിത്തുകാളകളുമാക്കി മാറ്റിക്കൊണ്ടുമാണ് പുകഴ്പെറ്റ ഫാഷിസ്റ്റുകളെ പോലെ ഭാരത സംസ്കാരവും നിലനിന്നു പോന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. ഇതെല്ലാം ആ കാലത്ത് വളരെ വളരെ ക്ഷോഭം ജനിപ്പിച്ച ആശയങ്ങളാണ്. അദ്ദേഹം അസാൻമാർഗികതയെ, ജീർണതയെ ആവിഷ്കരിക്കുന്ന ഒരാളാണ് എന്നാണ് പൊതുവെ അക്കാലം വിലയിരുത്തിയത്. പക്ഷേ കേസരി വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തെ ആ കാലത്തിന് മനസ്സിലാക്കുന്നതിൽ നിന്ന് വലിയ തോതിൽ തടയുകയും, അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇന്ന് മാസ്കുലിനിറ്റിയെക്കുറിച്ചുള്ളൊരാശയം നമുക്ക് മനസ്സിലാകുന്നത് പോലെ ഒട്ടുമേ തിരിയാത്തൊരു കാലത്താണ് അദ്ദേഹം ഈ ബലിഷ്ഠ വ്യക്തിത്വത്തിലെ അപകടങ്ങളെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞ്, മരണത്തിനും അരനൂറ്റാണ്ട് കഴിഞ്ഞ് മാത്രം മനസ്സിലാക്കപ്പെടാവുന്ന ഒരു ഉള്ളടക്കം തനിക്കുണ്ട് എന്നത് കേസരി ഏതോ നിലയിൽ തിരിച്ചറിഞ്ഞിരുന്നു. അദ്ദേഹം 1889 കേസരി ജനിക്കുന്നത്. അദ്ദേഹം ആദ്യം ഏർപ്പെട്ട തൊഴിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തെ വിമൻസ് കോളേജിലെ അധ്യാപകനായിരുന്നു, ചരിത്രാധ്യാപകനായിരുന്നു. പിന്നീട് അദ്ദേഹം വക്കീലായി പ്രവർത്തിക്കാൻ തുടങ്ങി. വക്കീലായിട്ട് അദ്ദേഹം ഏറെക്കാലമൊന്നും പ്രവർത്തിച്ചില്ല. വക്കീൽ ജോലി അവസാനിപ്പിച്ച ദിവസങ്ങളിൽ കേസരി എഴുതിയ ഒരു വാക്യത്തെക്കുറിച്ച് വിജയമാഷ് പറയുന്നത്, മനുഷ്യരെ നുണ പറയാൻ പരിശീലിപ്പിക്കുന്ന ഈ വസ്ത്രം ഞാൻ ഇനിമേലിൽ ധരിക്കുന്നില്ല എന്നാണ്. അത് അഭിഭാഷകീർത്തിയെക്കുറിച്ചുള്ള കേസരിയുടെ ഒരു നിരീക്ഷണം കൂടിയാണ്. അതിനുശേഷമാണ് അദ്ദേഹം 1922 സമദർശി എന്ന പത്രത്തിൻ്റെ പത്രാധിപരായി. 4 വർഷക്കാലത്തോളം അദ്ദേഹം അതിൻ്റെ പത്രാധിപരായി. പിന്നീട് പത്ര ഉടമ രാജവിമർശനം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട സമയത്ത് അദ്ദേഹം പത്രാധിപത്യം രാജിവെക്കുകയും തിരുവിതാംകൂറിലും മലയായിലുമൊക്കെ നടന്ന് പണം പിരിച്ച് 1930 സ്വന്തം നിലയിലൊരു പത്രം തുടങ്ങുകയും ചെയ്തു. ആ പത്രമാണ് പ്രബോധകൻ എന്നത്. ആ പത്രത്തിൻ്റെ 6 ലക്കം മാത്രമേ പുറത്തിറങ്ങിയുള്ളൂ. 6-ാം ലക്കം ആയപ്പോൾ സർക്കാർ അത് അടച്ചുപൂട്ടുന്ന കേസരിക്ക് അറിയാവുന്നത് കൊണ്ട് പെരിനാട് കൃഷ്ണപിള്ള എന്ന പേരിൽ ഒരാൾ മുൻപ് വാങ്ങി വെച്ചിരുന്ന ഒരു ലൈസൻസ് അദ്ദേഹം മുൻകൂറായി പണം കൊടുത്ത് വാങ്ങി വെച്ചിരുന്നു. അതുകൊണ്ട് പത്രം അടച്ചുപൂട്ടിയതിൻ്റെ പിറ്റേ ആഴ്ച അതേ കെട്ടിലും മട്ടിലും അദ്ദേഹം കേസരി എന്ന പേരിൽ ആ പത്രം പുറത്തിറങ്ങുകയും 1930 ജൂൺ മുതൽ ഏതാണ്ട് 35 വരെ 5 വർഷക്കാലത്തോളം അദ്ദേഹം ആ പത്രം നടത്തുകയും ചെയ്തു. ആ പേരാണ് പിന്നീട് അദ്ദേഹം തൻ്റെ പേരായിട്ട് സ്വീകരിച്ചത്, പത്രാധിപർ കേസരി ബാലകൃഷ്ണപിള്ള എന്ന്. എന്താണ് ഒരു പത്രാധിപർ എന്ന നിലയ്ക്ക് കേസരി കൈക്കൊണ്ട സുപ്രധാനമായ കാര്യം എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ആധുനികതയുടെ മൂല്യങ്ങളെയാണ് കേസരി പത്രപ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇന്ന് നമുക്ക് അത്രയൊന്നും പരിചിതമല്ലാത്ത സമീപനങ്ങൾ അദ്ദേഹത്തിൻ്റെ പത്രത്തിലുണ്ട്. തിരുവിതാംകൂർ നിയമസഭയിൽ നേരിട്ട് ഹാജരായി അവിടെ നടക്കുന്ന ചർച്ചകൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കുക എന്ന നിയമസഭാ റിപ്പോർട്ടിംഗ് ആദ്യമായി പരീക്ഷിക്കുന്നത് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. അതുപോലെ അദ്ദേഹം വൈജ്ഞാനിക പത്രപ്രവർത്തനം എന്ന ഒരു സങ്കല്പം മുമ്പോട്ട് വെച്ചു. പ്രബോധകൻ്റെ ആമുഖ പ്രസ്താവനയിൽ കേസരി പറയുന്നൊരു കാര്യം, പുതിയ പത്രങ്ങൾ ഉണ്ടാകുന്നതാണോ നിലവിലുള്ള പത്രങ്ങൾ ശക്തിപ്പെടുന്നതാണോ നല്ലത് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്.
ഉള്ള പത്രങ്ങൾ കൂടുതൽ വലുതാകുന്നതാണ് പ്രവർത്തകർക്കും പത്രത്തിനും നല്ലത് എന്നൊരഭിപ്രായം ലോകത്ത് പലയിടത്തുമുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. ഞങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ മൂപ്പര് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു സന്തോഷത്തിന് പറയുന്നതാണ്, വേറെ കാര്യമായിട്ട് ആരുമൊന്നുമില്ല. അതിന് കേസരി പറഞ്ഞത്, പത്രം ഒരു വലിയ പത്രമായി തീരുന്നതോടെ പത്രം അടിസ്ഥാനപരമായി ഒരു മൂലധന വസ്തുവായി തീരുമെന്നും പത്രത്തിൻ്റെ അടിസ്ഥാനപരമായ ദൗത്യം ഏറ്റെടുക്കാൻ അതിന് കഴിയാതെ വരും എന്നുമാണ്. വാസ്തവത്തിൽ പിന്നീട് ഹേബർമാസ് പബ്ലിക് സ്ഫിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് മുതലാളിത്തത്തിൻ്റെ വളർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് പബ്ലിക് സ്ഫിയർ എന്ന ആശയത്തെ വിഴുങ്ങിയത് എന്ന് പറയുന്നുണ്ട്. ഹേബർമാസ് അത് പറയുന്നതിനെല്ലാം വളരെ മുമ്പ് ഈ ആശയം പ്രബോധകൻ്റെ ആമുഖ പ്രസ്താവനയിൽ കേസരി പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തിലെ അടിസ്ഥാനപരമായൊരു കാര്യം വാർത്താ വിതരണമല്ല, വാർത്താ വിശകലനമാണ് പത്രപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന ധർമ്മം എന്നാണ് അദ്ദേഹം കരുതിയത്. വാർത്താ വിതരണം പത്രത്തിന് പ്രചാരം കൂടാൻ സഹായകമാകുമെങ്കിലും വാർത്താ വിശകലനമാണ് പത്രപ്രവർത്തനത്തിൻ്റെ ശരിയായ ദൗത്യം എന്ന് അദ്ദേഹം കരുതിയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ വാർത്താ വിതരണം എന്നതിനെ പത്രത്തിൻ്റെ ഏതാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി കാണുകയും മിക്കവാറും എല്ലാ പഞ്ചായത്തിനും ഒരു എഡിഷൻ ഉണ്ട് എന്ന നില പത്രങ്ങൾക്ക് വരികയും അടുത്ത പഞ്ചായത്തിൽ എന്ത് നടന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കണം, പത്രം വായിച്ചാൽ കാണില്ല എന്ന നില വരികയും ചെയ്ത സമയത്താണ് കേസരി നിലപാടെടുത്തത്. അതിനൊരു ഉദാഹരണം, രസമുള്ളൊരു ഉദാഹരണം ഞാൻ പറയാം. തിരുവിതാംകൂർ നിയമസഭയിൽ ഒരു പ്രമേയം, ഒരു സ്വകാര്യ പ്രമേയം ഒരിക്കൽ വന്നു, സ്ത്രീകളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നതായിരുന്നു പ്രമേയം. ആ പ്രമേയം നിയമസഭ ശ്രീമൂല അസംബ്ലി തള്ളിക്കളയാണ് ചെയ്തത്, ചർച്ചയ്ക്ക് എടുത്തില്ല. സാധാരണ നിലയിലൊരു 3 സെൻറ്റിമീറ്റർ വാർത്തയാണ് അതിന് ഉള്ളത്. പക്ഷേ കേസരി 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന ദീർഘമായ മുഖപ്രസംഗം ഇതേക്കുറിച്ച് എഴുതുകയുണ്ടായി. ആ മുഖപ്രസംഗമാണ് ഇന്നും 100 വർഷങ്ങൾക്കിപ്പുറവും വധശിക്ഷയ്ക്കെതിരെ മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും പ്രൗഢമായ പഠനം. കേസരി അതിൽ വധശിക്ഷ എന്നതല്ല, എന്താണ് ശിക്ഷ, ശിക്ഷയുടെ താല്പര്യം എന്താണ്, ഓരോ കാലഘട്ടത്തിലും ശിക്ഷാസങ്കല്പത്തിൽ വന്ന മാറ്റം എന്താണ് എന്ന് പരിശോധിക്കുകയും പ്രാചീന സമുദായങ്ങൾ, പ്രാകൃത സമൂഹങ്ങൾ പ്രതികാരത്തെ ശിക്ഷയുടെ അടിസ്ഥാനമാക്കി കട്ടവൻ്റെ കൈവെട്ടുക, കൊന്നവനെ കൊല്ലുക തുടങ്ങിയ രീതികൾ സ്വീകരിച്ചിരുന്നു എന്നും പിന്നീട് നഷ്ടപരിഹാരം എന്നത് ശിക്ഷയുടെ ഒരു മാനദണ്ഡമായി തീർന്നുവെന്നും ഇതൊന്നും ഒരു ആധുനിക സമൂഹത്തിന് സ്വീകരിക്കാവുന്ന മാനദണ്ഡങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് വധശിക്ഷയെ അദ്ദേഹം ഒരു ശിക്ഷ എന്ന സങ്കല്പത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് ചെയ്തത്. ആധുനിക സമൂഹത്തിന് ശിക്ഷ എന്നതിൻ്റെ അടിസ്ഥാനമായി സ്വീകരിക്കാവുന്ന ഒരേയൊരു യുക്തി പരിഷ്കരണമാണ് എന്നാണ് കേസരി കരുതിയത്. റിഫർമേഷനാണ്, റിവഞ്ചല്ല, നഷ്ടപരിഹാരമല്ല, പരിഷ്കരണമാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ഒരാൾ കുറ്റവാളിയായി തീരുന്നത് കുറ്റവാളിയായി തീരാനുള്ള അയാളുടെ ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് സമുദായത്തിൻ്റെ ജീർണത കൊണ്ടാണ്. അതുകൊണ്ട് സാമൂഹ്യമായ ജീർണത ഒരാളെ കുറ്റവാളിയാക്കുകയും ആ കുറ്റകൃത്യത്തിന് അയാളെ മാത്രം ശിക്ഷിക്കുകയും ചെയ്യുക വഴി ഓരോ സമുദായവും അവരവരുടെ കുറ്റത്തിന് മറ്റൊരാളെ പ്രതിയാക്കി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതൊരാധുനിക സമൂഹം സ്വീകരിച്ചുകൂടാത്ത രീതിയാണ് എന്ന് വിശദമാക്കിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ പഠനം അവസാനിപ്പിച്ചത്. ഞാൻ കേസരിയുടെ പത്രപ്രവർത്തന രീതിയുടെ ഒരു ഉദാഹരണം പറഞ്ഞതാണിത്. കാരണം 3 സെൻറ്റിമീറ്ററിൽ അവസാനിക്കാവുന്ന ഒരു വാർത്തയിൽ നിന്ന് ഒരു പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് മലയാളത്തിൽ എഴുതപ്പെട്ട എക്കാലത്തെയും പ്രൗഢമായ പഠനത്തിലേക്ക് കേസരി തൻ്റെ പത്രപ്രവർത്തനത്തെ മാറ്റി തീർക്കുകയുണ്ടായി. നിങ്ങൾ ഇന്നത്തെ പത്രപ്രവർത്തനം മനസ്സിൽ വച്ചാൽ ഇത് എത്ര അകലത്തിലായിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പത്രജീവിതത്തിൽ ഈ പ്രവർത്തനം അദ്ദേഹം സ്ഥിരമായിട്ട് നടത്തുകയും പൊതുജനാഭിപ്രായ രൂപീകരണം എന്നതിനെ പ്രധാനപ്പെട്ട ഒരടിസ്ഥാനമാക്കി മാറ്റുകയും ആ പൊതുജനാഭിപ്രായ രൂപീകരണം അടിസ്ഥാനപരമായ ചില ബോധ്യങ്ങളെ മുൻനിർത്തി വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. കേസരി പത്രം നിലച്ചു പോകുന്നതിന് കാരണമായ ഒരു സംഭവം അദ്ദേഹം തിരുവിതാംകൂറിൽ നടന്ന നിവർത്തന പ്രക്ഷോഭത്തെ പിന്തുണച്ചതാണ്. നിവർത്തന പ്രക്ഷോഭം എന്നത് തിരുവിതാംകൂർ സർക്കാരിലെ തൊഴിലുകളിൽ പരദേശികൾക്ക് പ്രാധാന്യം നൽകുന്നതും സവർണ ഹിന്ദുക്കൾക്ക് പ്രാധാന്യം നൽകുന്നതും അവസാനിപ്പിച്ച് ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം
സർക്കാർ ജോലികളിൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 30കളിൽ നടന്ന ഒരു വലിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം. കേസരി അതിനെ നിവർത്തന പ്രക്ഷോഭം എന്നല്ല വിളിച്ചത്, കേസരി പൗരസമത്വ പ്രസ്ഥാനം എന്നാണ് വിളിച്ചത്. കേസരിയുടെ ഒരു സവിശേഷത, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട പേരുകൾ മാത്രമേ അദ്ദേഹം വിളിക്കുകയുള്ളൂ. ഇപ്പോൾ റിയലിസത്തിന് യഥാർത്ഥ പ്രസ്ഥാനം എന്നാണ് പൊതുവെ മലയാളത്തിലുള്ള പേരെങ്കിലും കേസരി റിയലിസത്തെ വിളിച്ചത് പരാജയ പ്രസ്ഥാനം എന്നാണ്. കാരണം യഥാതഥം എന്നതുള്ളതിനെ അതുപോലെ ആവിഷ്കരിക്കുക എന്നുള്ളത് ആവിഷ്കാരത്തിൻ്റെ ഒരു സാങ്കേതിക രീതിയാണ്. പക്ഷേ റിയലിസം എന്ന പ്രസ്ഥാനം ആ സാങ്കേതിക രീതി അല്ല. ഇതാണ് കേസരിയുടെ വാദം. റിയലിസം എന്ന പ്രസ്ഥാനം സാമൂഹികമായ ജീർണതകൾ കൊണ്ട് തകർന്നടിയുന്ന വ്യക്തികളുടെ ജീവിത ദുരന്തത്തെ ചിത്രീകരിക്കലാണ്. അതുകൊണ്ട് പരാജയമടയുന്ന വ്യക്തി ജീവിതത്തെ, ആ പരാജയത്തിൻ്റെ കാരണം സാമൂഹികമായിരിക്കുന്ന സ്ഥിതിയിൽ ചിത്രീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, കലാപ്രസ്ഥാനമാണ് റിയലിസം. അതുകൊണ്ട് അതിനെ പരാജയ പ്രസ്ഥാനം എന്ന് വിളിക്കണം. നിങ്ങൾ ടെക്നിക്കിനെയും മൂവ്മെൻറ്റിനെയും കൺഫ്യൂസ് ചെയ്യരുത്. ടെക്നിക്കാണ് റിയലിസം യഥാതഥം. മൂവ്മെൻ്റ് എന്ന നിലയിൽ അത് പരാജയത്തിലേക്കാണ്, ദുരന്തത്തിലേക്ക് വീണുകൊണ്ടേയിരിക്കുന്ന വ്യക്തി ജീവിതം. ആ ദുരന്തമാകട്ടെ സാമൂഹികമായ സംഘർഷങ്ങളും വൈരുദ്ധ്യങ്ങളും കൊണ്ടുണ്ടായി വരേണ്ടതുമാണ്. ഇങ്ങനെയാണ് കേസരി അതിനെ പരാജയ പ്രസ്ഥാനം എന്ന് വിളിച്ചത്. പല പേരുകളും അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. റൊമാൻറ്റിസിസത്തിന് മലയാളത്തിൽ കാൽപ്പനികത എന്നാണ്, കേസരി വിളിച്ചത് മനം നോക്കി പ്രസ്ഥാനം എന്നാണ്. മനം നോക്കി, ഒരു റൊമാൻറ്റിക് ലോകത്തെ നോക്കുന്നില്ല, അയാളുടെ മനസ്സിലേക്ക് തന്നെ നോക്കുകയും തനിക്ക് അനുഭൂതമായ ഒന്നിനെ യാഥാർത്ഥ്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിവർത്തന പ്രസ്ഥാനം എന്നതിനെ പൗരസമത്വ പ്രസ്ഥാനം എന്ന് വിളിക്കുകയും തിരുവിതാംകൂറിൽ പ്രധാനപ്പെട്ട സവർണ വിഭാഗങ്ങളൊക്കെ നിവർത്തന പ്രക്ഷോഭത്തിന് എതിര് നിന്ന സമയത്ത് തൻ്റെ പത്രത്തിൻ്റെ വായനക്കാരിൽ ഭൂരിഭാഗവും സവർണ ഹിന്ദുക്കളാണ് എന്നറിഞ്ഞതിന് ശേഷവും അദ്ദേഹം നിവർത്തന പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുകയും സവർണ ഹിന്ദുക്കളായ വരിക്കാർ പത്രം വാങ്ങുന്നത് നിർത്തുകയും അദ്ദേഹത്തിന് വൈകാതെ പത്രം അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം പത്രം അടച്ചുപൂട്ടുന്നത്. ഇതിനിടയിൽ കൊടിയ ദാരിദ്ര്യത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അവസാനം അദ്ദേഹം പ്രസ് വിറ്റു. ശാരദാ പ്രസ് എന്ന പേരിൽ, മകളുടെ പേരിൽ തുടങ്ങിയ ഒരു പ്രസ്സാണ്. ആ പ്രസ് വിറ്റു. പ്രസ് വിറ്റ് കിട്ടിയ പണം കൊണ്ട് ജീവനക്കാരുടെ ശമ്പള കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്ത് 1940 അദ്ദേഹത്തിൻ്റെ ഭാര്യാഗൃഹമായിട്ടുള്ള പറവൂരിലേക്ക് പുറപ്പെടുന്നതിൻ്റെ തലേന്ന് അദ്ദേഹം ഡയറിയിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതുകയും ചെയ്തു: നൗ ദെയർ റിമൈൻസ് 50 rupees ബിറ്റ്വീൻ മീ ആൻഡ് സ്റ്റാർവേഷൻ എന്ന് എഴുതുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറവൂർ വന്ന് 2 പതിറ്റാണ്ട് കാലം പട്ടിണിയിൽ മുഴുകിയിരുന്നിട്ടാണ് അദ്ദേഹം തൻ്റെ ചരിത്രാന്വേഷണത്തിൽ ഏർപ്പെട്ടത്. അദ്ദേഹം വളരെ നിർമ്മമനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ എഴുതുന്നുണ്ട്: ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും പ്രത്യേകമായി സ്നേഹിച്ചിട്ടില്ല എന്ന് എഴുതുന്നുണ്ടായി. ഇതൊരു സ്നേഹം എന്നൊരാശയത്തെക്കുറിച്ചുള്ള ഒരു വൈരുദ്ധ്യം അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചാലേ ലോകം നിങ്ങളെ സ്നേഹശൂന്യനായ ഒരാളായിട്ടാണ് പരിഗണിക്കപ്പെടുക. അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഡയറിയിലെ മറ്റൊരു വാക്യം, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയിൽ കേസരിക്ക് ശബ്ദം കൊടുത്തിട്ടുള്ളത് ബാലേന്ദ്രൻ ചുള്ളിക്കാടാണ്. രാജീവ് വിജയരാഘവൻ്റെ ഡോക്യുമെൻ്ററിയിൽ ആ മകളുടെ മരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ എൻ്റെ മകൾക്ക് നിറഞ്ഞ ഹൃദയത്തോടെ ആദ്യമായി ഞാൻ അവളെ ചുംബിച്ചത് അവളുടെ തണുത്തു മരവിച്ച ജഡത്തിന്മേലാണ്. പിന്നീടാണ് ഈ വാക്യം: ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ മകളെയും ഭാര്യയെയും പ്രത്യേകമായി സ്നേഹിച്ചിട്ടില്ല എന്നത്. ഇത് അദ്ദേഹം, ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് കേസരി തൻ്റെ ജീവിതത്തെ തന്നെ ഒരു ബലിയാക്കി മാറ്റിക്കൊണ്ട് ആധുനിക കേരളത്തിൻ്റെ രൂപീകരണത്തിന് ഉപയുക്തമായ ആശയങ്ങളുടെ വലിയൊരു ലോകം തീർക്കാൻ ശ്രമിച്ചത് എന്ന് മനസ്സിലാക്കാൻ കൂടി സഹായകമായ ഒരു കാര്യമാണ്. ആശയങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ് എന്ന് കരുതിയിരുന്ന ഒരാളാണ് കേസരി ബാലകൃഷ്ണപിള്ള. അദ്ദേഹം സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചും അനുഭൂതിയുടെ ലോകത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് ഇവയ്ക്ക് ഭൗതികമായ വലിയ പ്രവർത്തനശേഷിയുണ്ട് എന്നതുകൊണ്ടാണ്. ഇപ്പോൾ കവിതയെക്കുറിച്ച് ഉള്ള ചർച്ചയിൽ ഒരിടത്ത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രാജരാജീയം എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ ഒരിടത്ത് അദ്ദേഹം പറയുന്ന സന്ദേശകാവ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്യം: ഒരു കാലത്തിൻ്റെ അനുഭവഘടനയെ രൂപപ്പെടുത്തുന്നതിൽ ആ കാലത്തിൻ്റെ കാവ്യഗതിക്ക് നിർണായകമായ പങ്കുണ്ട് എന്നാണ്.
അല്ലാതെ കാലത്തിൻ്റെ അനുഭവഘടന കാവ്യഗതിയെ രൂപപ്പെടുത്തുന്നു എന്ന് നാം മനസ്സിലാക്കുന്ന പതിവ് രീതിയല്ല. ഒരു കാലത്തിൻ്റെ അനുഭവഘടനയെ രൂപപ്പെടുത്തുന്നതിൽ ആ കാലത്തിൻ്റെ കാവ്യഗതിക്ക് നിർണായകമായ പങ്കുണ്ട്. രമണനെ കൊണ്ടാണ് വാസ്തവത്തിൽ മലയാളി ഈ പ്രണയത്തിലേക്ക് കടന്നു നിന്നത് എന്നോർത്താൽ ഈ വാക്യത്തിൻ്റെ വലിപ്പം മനസ്സിലാവും. സാധാരണ നിലയിൽ നമുക്കിതിങ്ങനെ തിരിയില്ല. കേസരി സാഹിത്യത്തെ സ്വകാര്യമായ വ്യക്തികളുടെ ആനന്ദാനുഭവമായിട്ടോ അല്ലെങ്കിൽ ചില എഴുത്തുകാരുടെ പ്രതിഭാവിലാസത്തിൻ്റെ ആവിഷ്കാരമായിട്ടോ അല്ല കണ്ടത്. സാഹിത്യമെന്നത് സാമൂഹികവും ചരിത്രപരവുമായിട്ട് രൂപപ്പെട്ടു വരുന്ന അനുഭവഘടനകൾ പ്രകാശിതമാകുന്ന സ്ഥാനങ്ങളാണ് എന്ന നിലയിലാണ് കേസരി സാഹിത്യത്തെക്കുറിച്ച് അവ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് കേസരി പറഞ്ഞത്. ഒരു കൃതി വായിച്ച് തനിക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന നിലയിൽ അതിനെക്കുറിച്ച് വിലയിരുത്തുന്ന ഇംപ്രഷനിസ്റ്റ് നിരൂപണ സമ്പ്രദായം നിരൂപണത്തിലൊരു നാലാംകിട ഏർപ്പാടാണ് എന്നാണ് കേസരി കരുതിയിരുന്നത്. മറിച്ച് നിരൂപണം അർത്ഥപൂർണമാകുന്നത് അത് സാങ്കേതികമാകുമ്പോഴാണ് എന്ന് അദ്ദേഹം കരുതി. സാങ്കേതികം എന്നതുകൊണ്ട് അതിൻ്റെ കേവല സങ്കേതം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അദ്ദേഹം പ്രസ്ഥാനമെന്ന് പേരിട്ട് വിളിച്ച ഒരു സവിശേഷ രീതിയിലാണ് അദ്ദേഹം സാഹിത്യത്തെ വിലയിരുത്താൻ ശ്രമിച്ചത്. പ്രസ്ഥാനമെന്ന് അദ്ദേഹം പറയുന്നത് ഒരു കാലഘട്ടത്തെ രൂപപ്പെടുത്തുന്ന, കേസരിയുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ, ചരിത്രപരമായി രൂപപ്പെട്ടു വന്ന മനുഷ്യാനുഭവങ്ങളെ വ്യവസ്ഥപ്പെടുത്തിക്കൊണ്ട് നിലവിൽ വരുന്നതാണ് പ്രസ്ഥാനങ്ങൾ. അതുകൊണ്ടൊരു പ്രസ്ഥാനം രൂപപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം അനുഭവത്തിൻ്റെ ഘടന മാറിയിരിക്കുന്നു എന്നാണ്. ഇംപ്രഷനിസത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത് വലിയ കലാചരിത്രകാരനായ ആർണോൾഡ് ഹൗസർ പറയുന്നൊരു കാര്യം, ഇംപ്രഷനിസ്റ്റ് ചിത്രങ്ങളിൽ അതിർത്തികൾ മാഞ്ഞു പോവുകയും ഔട്ട്ലൈൻസ് എന്ന് പറയുന്നത് ഇല്ലാതാവുകയും രൂപത്തിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസസ് മാഞ്ഞു പോയിട്ട് രൂപം ഒരു പ്രതീതിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത് അത് വരച്ചവരുടെ രചനാപരമായ സവിശേഷ രീതികൾ കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ രചനാസങ്കേതത്തിൽ വന്ന മാറ്റം കൊണ്ട് മാത്രമല്ല, മറിച്ച് ലോകത്തിൻ്റെ ഭദ്രതയെക്കുറിച്ച് വ്യാവസായിക നാഗരികത ഉണ്ടാക്കിയ ഉറപ്പുകൾ ഇളകിത്തുടങ്ങിയതുകൊണ്ടാണ്. സുസ്ഥിരവും ഭദ്രവുമായൊരു ലോകം, എല്ലാം വ്യവസ്ഥപ്പെട്ട് നിൽക്കുന്ന ലോകം, ഐസക് ന്യൂട്ടൻ വ്യവസ്ഥപ്പെടുത്തി വച്ച പ്രപഞ്ചഘടനാ സങ്കല്പം ഇത് തകർന്നു തുടങ്ങുകയും യാഥാർത്ഥ്യം അടിയളകിത്തുടങ്ങിയ ഒന്നായി മാറുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിൽ ആ മാറ്റത്തെ കല ആദ്യം പിടിച്ചെടുക്കുന്നത് ഇളകുന്ന രൂപങ്ങൾ എന്ന നിലയ്ക്കാണ്. രൂപത്തിൻ്റെ ഭദ്രത മാഞ്ഞു പോകുന്ന നിലയ്ക്കാണ്. ഒരുപക്ഷെ ഈ മാഞ്ഞു പോകുന്ന അടിയളകുന്ന യാഥാർത്ഥ്യത്തെ ഏറ്റവും കൂടുതൽ ആദ്യം രേഖപ്പെടുത്തിയൊരു വാക്യം മാർസിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ. ഖരമായതൊക്കെ ആവിയായിത്തീരുന്നു, ഒന്നും ഉറച്ചു നിൽക്കുന്നില്ല. ബാലേന്ദ്രൻ്റെ കവിതയിൽ പറയും, ഈ തട്ടകം നിൽക്കുവാൻ വയ്യാതെ പൊള്ളുന്നു എന്നും. കാലുറയ്ക്കാത്ത നായയെപ്പോലെ, കാലുവെന്ത നായയെപ്പോലെ ഒരിടത്തും ഉറയ്ക്കാൻ കഴിയാതെ പഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒന്നായിട്ട് ജീവിതം മാറിത്തീരുന്ന സമയത്ത് യാഥാർത്ഥ്യം ശിഥിലമാകാൻ തുടങ്ങുന്നു. ഈ ശൈഥില്യമാണ് ഇംപ്രഷനിസ്റ്റ് കലയിൽ വരുന്നതെന്നും ഈ ശൈഥില്യത്തിൻ്റെ പിൽക്കാല രൂപമാണ് മോഡേണിസമായി നമ്മുടെ കലയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നും കേസരി നിരീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ കലയുടെ ഒരു ഭാവുക ഘടന എന്ന് പറയുന്നത്, സാഹിത്യത്തിലും കലയിലും രൂപപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കേവലം സാഹിത്യത്തിൻ്റെയും കലയുടെയും ഒരു ലോകമല്ല. അത് ചരിത്രത്തിൻ്റെ, സമൂഹത്തിൻ്റെ, യാഥാർത്ഥ്യത്തിൻ്റെ ക്രമങ്ങളെ അനുഭവിക്കാനും ആവിഷ്കരിക്കാനുമുള്ള പാറ്റേണുകളാണ് പ്രസ്ഥാനങ്ങളായി വരുന്നത്. ഈ പാറ്റേണുകളിലൂടെയാണ് നമ്മൾ ലോകത്തെ അറിയുന്നത്. അതുകൊണ്ട് രൂപമെന്നത് വാസ്തവത്തിൽ മനുഷ്യാനുഭൂതികൾ സംഘനനം ചെയ്യപ്പെട്ട, മനുഷ്യാനുഭൂതികൾ ഊറിക്കൂടി നിൽക്കുന്ന ഇടങ്ങളാണ് രൂപങ്ങൾ. രൂപത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ചരിത്രം കാണാൻ പറ്റും, ജീവിത സംഘർഷങ്ങൾ, വൈരുദ്ധ്യങ്ങൾ ഇവയൊക്കെ കാണാൻ കഴിയും എന്നാണ് കേസരി ബാലകൃഷ്ണപിള്ള കരുതിയിരുന്നത്. ഇങ്ങനെ രൂപം എന്നതിനെയും പ്രസ്ഥാനം എന്നതിനെയും സവിശേഷമായി ശ്രദ്ധിച്ച് അദ്ദേഹം സാഹിത്യത്തെയും കലയെയും സൂക്ഷ്മമായി വിലയിരുത്താൻ ശ്രമിക്കുകയും മിക്കവാറും അക്കാലത്തെ സാഹിത്യ
വിമർശകന്മാരും സാഹിത്യകാരന്മാരും സാഹിത്യകൃതികൾ വായിച്ച് രസിക്കാനുള്ള ആസ്വാദന ശേഷിയില്ലാത്ത ഒരാളാണ് കേസരി ബാലകൃഷ്ണപിള്ള എന്ന് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ അക്കാലത്തെ യുവനിരൂപകന്മാരിൽ ഒരാൾ വിശേഷിപ്പിച്ചത് ഉണക്കശാസ്ത്രി എന്നാണ്. അപ്പോൾ കേസരി അതേക്കുറിച്ച് പറഞ്ഞത്, ഒരു നിരൂപകൻ എന്നെ ഉണക്കശാസ്ത്രി എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. വാസ്തവത്തിൽ എൻ്റെ ഉണക്കശാസ്ത്രിത്വത്തിന് പുറകിൽ ഒരു പച്ച സാധനമുണ്ട്, അത് മനുഷ്യരോടുള്ള സ്നേഹമാണ് എന്ന് കേസരി എഴുതുന്നുണ്ട്. ഈ മാനുഷികത എന്ന് പറയുന്നത് മനുഷ്യരിൽ സഹജമായിരിക്കുന്നത് സത്താപരമായി അത് മുൻകൂറായി ഉള്ളതുകൊണ്ടല്ല, സാമൂഹിക തലങ്ങളിൽ അത് മനുഷ്യരിൽ ആഴത്തിൽ വേര് പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ്. ആ സാമൂഹികതയാണ് അനുഭവങ്ങളുടെ ആധാരം, അതല്ലാതെ വ്യക്തികളുടെ ഉള്ളിലെ സ്വകാര്യ ലോകങ്ങളല്ല. ആ നിലയിൽ മലയാളത്തിൽ ആദ്യമായി ചരിത്രപരമെന്ന് വിളിക്കാവുന്ന ഭൗതികമായ ഒരു വിമർശന രീതിയെ രൂപപ്പെടുത്തിയത് കേസരി ബാലകൃഷ്ണപിള്ളയായിരുന്നു. അതിനുള്ള വലിയ ശ്രമമായിരുന്നു കേസരിയുടെ. അത് വിജയിച്ചൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിമർശന രീതി ആളുകൾക്ക് പിൻപറ്റാൻ പ്രയാസമുള്ളതായതുകൊണ്ട് പൊതുവെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശനവും ചരിത്രാന്വേഷണവും ഒക്കെ മിക്കവാറും അപ്രാപ്യമായ ഒന്നായിട്ടാണ് ആളുകൾ മനസ്സിലാക്കിയത്. മാത്രമല്ല, ആ കാലത്തിൻ്റെ യുക്തിയോട് അദ്ദേഹം ഒത്തുപോകുന്നുണ്ടായിരുന്നില്ല. ആ കാലം വളരെ പ്രധാനികളായി കണ്ട പലരെയും അദ്ദേഹം അപ്രധാനിയായി കണ്ടു. എസ് കെ പൊറ്റക്കാടും ബഷീറും ഒരുമിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയും പൊറ്റക്കാട് വലിയ പ്രസിദ്ധി നേടുകയും ചെയ്ത സമയത്ത് കേസരി പറഞ്ഞത് ഭാവിയിൽ തെളിയാനിരിക്കുന്ന എഴുത്ത് ബഷീറിൻ്റെതാണ് എന്നാണ്. അവിടെ മനോഹരമായൊരു രൂപകം കേസരി അവതരിപ്പിക്കുന്നുണ്ട്. ബഷീറിനെ വിഴുങ്ങിയ തിമിംഗലത്തിൻ്റെ വയറ് വളരെ വലുതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വളരെ വലിയൊരു തിമിംഗലാണ് ബഷീർ പിന്നെ വിഴുങ്ങിയത്. അതുകൊണ്ട് ആ അനുഭവങ്ങൾ നമ്മുടെ സാമാന്യ അനുഭവങ്ങളെ പല നിലയ്ക്ക് അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഭാവിയിൽ അത് തെളിഞ്ഞു വരും എന്നാണ് കേസരി കരുതിയത്. ഇങ്ങനെ പ്രസ്ഥാന നിരൂപണം എന്നതിനെ സാഹിത്യ കലാവിമർശനത്തിലേക്ക് കൂട്ടിച്ചേർക്കുക വഴി ഈ പ്രസ്ഥാനം എന്നതിനെ മനുഷ്യരുടെ മനോഘടന, ചരിത്രം, അല്ലെങ്കിൽ നരവംശപരമായ സവിശേഷതകൾ ഇവയുമായൊക്കെ കൂട്ടിയിണക്കിയിട്ടാണ് കേസരി ഒരു പ്രസ്ഥാനത്തെ നിർവചിച്ചത്. അതല്ലാതെ സാങ്കേതികമായിട്ടല്ല. മനുഷ്യരുടെ ബോധത്തിന് മുകളിൽ അബോധത്തിന് കൈവരുന്ന മേൽക്കൈ, അബോധത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ബോധവും ഉപബോധ തലങ്ങളും നേടുന്ന മേൽക്കൈ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാന പരിഗണനയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രസ്ഥാനമെന്ന സങ്കല്പം ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യാവബോധത്തെ രൂപപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നായിട്ട് പ്രസ്ഥാനത്തെ സങ്കല്പിക്കുകയും ഈ പ്രസ്ഥാനം എങ്ങനെയാണ് കലയിലും സാഹിത്യത്തിലും പ്രദീപ്തമാകുന്നത് എന്നാലോചിക്കുകയുമാണ് കേസരി ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം ആധുനികത രൂപപ്പെടുത്തിയ സാഹിത്യ സങ്കല്പത്തെ കാര്യമായിട്ട് പിൻപറ്റുകയുണ്ടായില്ല. പ്രതിഭാശാലികളായ വ്യക്തികളുടെ അലൗകികമായ പ്രതിഭയുടെ പ്രകാശനമാണ് കല എന്നൊരു സങ്കല്പം കേസരിക്ക് ഉണ്ടായിരുന്നില്ല. മനുഷ്യരുടെ നാനാതരം പണികളിൽ ഒരു പണിയുടെ പേരാണ് കല എന്നല്ലാതെ അതിനപ്പുറം കലയ്ക്കൊരു അഭൗമ പരിവേഷം കാലത്ത് അദ്ദേഹം കൊടുക്കണ്ടായില്ല. അതുകൊണ്ട് തന്നെ എഴുത്തുകാർക്ക് അദ്ദേഹത്തെ അത്ര താല്പര്യവുമായിരുന്നില്ല. അതേസമയം ആധുനികതയെ കേസരി പിൻപറ്റിയൊരു മേഖല അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനമാണ്. പത്രാധിപരെന്ന നിലയ്ക്ക് അദ്ദേഹം രാജവാഴ്ചക്കെതിരെ സുധീരമായി നിലപാടെടുക്കുകയും രാജാവിനെ വിമർശിക്കുന്ന സമയത്ത് വിട്ടുവീഴ്ചയില്ലാത്ത ആധുനികതയുടെ ബോധ്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. പണ്ഡിറ്റ് നെഹ്റുവിന് തിരുവാങ്കൂറിൽ പ്രവേശനാനുമതി നിഷേധിച്ച സമയത്ത് അതിനെതിരെ എഴുതിയ ലേഖനങ്ങളിലൊന്നിൽ മിസ്റ്റർ ചിത്തിര തിരുനാൾ എന്ന് എഴുതാൻ കേസരിക്ക് മടിയുണ്ടായിട്ടില്ല. പൊന്നു തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് എന്നാളുകൾ എഴുതിയിരുന്ന സമയത്താണ് കേസരി മിസ്റ്റർ ചിത്തിര തിരുനാൾ എന്ന് എഴുതുന്നത്. മിസ്റ്റർ ചിത്തിര തിരുനാൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മിസ്റ്റർ ബാലകൃഷ്ണപിള്ളയെ പോലെ ഒരാളാണ് നിങ്ങൾ എന്നാണ് അതിൻ്റെ ഒരർത്ഥം. അങ്ങനെ കേസരി എഴുതുന്നുണ്ട്. ഇന്നും ഇന്ത്യയിൽ, കേരളത്തിൽ ഇത് നടപ്പായിട്ടില്ല. തിരുവാങ്കൂർ മഹാരാജാവെന്ന് ഇപ്പോഴും എഴുതുന്ന പത്രങ്ങളുണ്ട്. ഏത് രാജ്യമെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ തിരുവാങ്കൂർ മഹാരാജാവെന്ന് ഇപ്പോഴും അവിടെ എഴുത്തുണ്ട്. കേസരി പക്ഷെ അന്ന് ഇത് എഴുതുന്നുണ്ട്. പോകേണ്ടത് ദിവാനല്ല, പോകേണ്ടത് രാജാവാണ് എന്ന് 30കളിൽ തന്നെ കേസരി എഴുതുകയും ഒരു കൗതുകമുള്ള സന്ദർഭം കൂടിയുണ്ട് കേട്ടോ. ശ്രീമൂലം തിരുനാളോ മറ്റോ മരിച്ചപ്പോൾ ശവസംസ്കാരം കാണാനായിട്ട് കേസരി പോയി.
അപ്പോൾ കേസരിയുടെ ശിഷ്യന്മാർ കേസരിയോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഈ രാജാവാഴ്ചയെ ഇത്രയധികം എതിർത്തതിന് ശേഷം രാജാവിൻ്റെ ശവസംസ്കാരം കാണാൻ പോയത് എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ കേസരി പറഞ്ഞു, ഒരു രാജാവെങ്കിലും കത്തിച്ചാമ്പലാവുന്നത് കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത് എന്ന് കേസരി പറഞ്ഞ കാര്യം അന്ന് അതേക്കുറിച്ച് ആളുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കേസരി വിട്ടുവീഴ്ചയില്ലാതെ രാജാധികാരത്തിനെതിരെ ജനാധിപത്യത്തിന് വേണ്ടി ആധുനിക മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊണ്ടത്. പക്ഷേ ആധുനികത ജന്മം നൽകിയ കലാസങ്കല്പത്തെ, കലയെന്നത് വ്യക്തിപ്രതിഭയുടെ പ്രകാശനമാണെന്നും സത്താപരമായ ഒന്നാണ് കലയെന്നും അത് സവിശേഷ പ്രതിഭാവിശേഷമുള്ള മനുഷ്യർ അവരുടെ പ്രതിഭയുടെ ആവിഷ്കാരമായിട്ട് കൊണ്ടുവരുന്നതാണ് കല എന്നുമുള്ള കാഴ്ചപ്പാടിനെ കേസരി അംഗീകരിച്ചിരുന്നില്ല. മറിച്ച് കലയെന്നത് ചരിത്രപരമായി ഉറിക്കൂടി വരുന്ന അനുഭവ ഘടനകളുടെ പ്രകാശനമാണെന്നും അത് കലാകാരനോ കലാകാരിയോ അതിൽ പങ്കുചേരുന്നത് പോലെ അതിൻ്റെ പല മടങ്ങ് വലിപ്പത്തിൽ കാലം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട് എന്നും പറയാനാണ് കേസരി ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ആ കാലത്തിൻ്റെ യുക്തിക്ക് അദ്ദേഹത്തിൻ്റെ വാദഗതികൾ അത്രയൊന്നും സ്വീകാര്യമായിരുന്നില്ല എന്ന ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹം ദീർഘമായി എഴുതുകയും തൻ്റെ സാഹിത്യ വിചിന്തനത്തെ, സാഹിത്യത്തെക്കുറിച്ചുള്ള ആലോചനയ്ക്കപ്പുറം സാമൂഹ്യ ചരിത്ര സംസ്കാര വിചിന്തനങ്ങളിലേക്ക് വലിയ തോതിൽ തുറന്നിടുകയും ചെയ്തു. അദ്ദേഹം കരുതിയ ഒരു കാര്യം, സാഹിത്യം പഠിക്കുന്ന ഒരാൾക്ക് പല വിഷയങ്ങളിൽ അറിവുണ്ടാകണം, സാഹിത്യത്തിൽ മാത്രമുള്ള അറിവുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് അദ്ദേഹം കരുതുകയും അദ്ദേഹം ചരിത്രവും നരവംശാസ്ത്രവും പുരാവിജ്ഞാനവും ഭാഷാവിജ്ഞാനവും മനോവിജ്ഞാനവും ഒക്കെ മനസ്സിലാക്കുകയും അവയുടെ സങ്കല്പങ്ങളൊക്കെ അദ്ദേഹം കലയിലേക്ക് പല നിലകളിൽ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു. അതുകൊണ്ട് മനുഷ്യൻ എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരുപക്ഷെ പിൽക്കാലത്ത് ആധുനികാനന്തരത ജന്മം നൽകിയ മാനുഷിക സങ്കല്പങ്ങളോട് ചേർന്നു പോകുന്ന നിരീക്ഷണങ്ങളാണ് ഈ കേസരി മനുഷ്യനെക്കുറിച്ച് വച്ചു പുലർത്തിയത്. ഫ്രോയിഡിനെക്കുറിച്ച് എഴുതുന്ന സമയത്ത് കേസരി പറയുന്നൊരു കാര്യം, മനുഷ്യനെന്നത് ഒരു സ്ഥിരസത്തയല്ലെന്നും പരസ്പര ബന്ധമില്ലാത്ത വിചാരവികാരങ്ങളുടെ വ്യവസ്ഥാരഹിതമായ കൂട്ടിക്കെട്ടലാണ് മനുഷ്യൻ എന്ന് കണ്ടെത്തിയതുമാണ് ഫ്രോയിഡിൻ്റെ വിപ്ലവം എന്നാണ്. ഒരുപക്ഷെ ഫ്രോയിഡിനെ ആ നിലയിൽ മനസ്സിലാക്കിയ അക്കാലത്ത് ഒരേ ഒരാൾ കേസരിയാണെന്നാണ് എൻ്റെ തോന്നൽ. കാരണം ഫ്രോയിഡ് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുകയും അബോധത്തെക്കുറിച്ച് വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന നിലയിലാണ് അന്ന് പ്രസിദ്ധി നേടിയിരുന്നത്. പക്ഷേ ഫ്രോയിഡ് എങ്ങനെയാണ് ആധുനികതയുടെ മനുഷ്യസങ്കല്പത്തിനുള്ളിൽ ഒരു വിച്ഛേദം രൂപപ്പെടുത്തുന്നത്, വ്യക്തി എന്ന് പറയുന്നത് ഒരു ഉണ്ടാക്കുന്നൊരു സാധനമാണ്, ഒരു എസെൻഷ്യലിസ്റ്റായ ഒന്നല്ല, സത്താപരമായൊരു വ്യക്തിയില്ല. മാർക്സ് മറ്റൊരു നിലയ്ക്ക് പറയുന്നുണ്ട്, മാൻ ഈസ് ആൻ എൻസംബിൾ എന്ന് പറയുന്നുണ്ട്, എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്ന് പറയുന്നുണ്ട്. ഫ്രോയിഡ് മറ്റൊരു നിലയിലാണ് അതിനെ കണ്ടത്, പരസ്പര ബന്ധങ്ങളൊന്നുമില്ലാത്ത വികാരവിചാരങ്ങളുടെ വ്യവസ്ഥാശൂന്യമായ കൂട്ടിക്കെട്ടലാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യനിൽ നാനാതരം സാധ്യതകൾ അടങ്ങിയിരിക്കുന്നു. കേസരി ഒരിക്കൽ പറയുന്നുണ്ട്, അയാൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് സാധാരണ ആളുകൾ പറയാറുണ്ട്. കേസരി പറയണത് അയാൾ എന്തും ചെയ്യും, തരം കിട്ടാഞ്ഞിട്ടാണ് എന്നാണ്. കാരണം ഈ മനുഷ്യനിൽ അതിനുള്ളൊരു ശേഷിയുണ്ട്. മനുഷ്യനിൽ ഈ വൈരുദ്ധ്യങ്ങളൊക്കെ നിലീനമായി ഇരിക്കുന്നുണ്ട്. ആ വൈരുദ്ധ്യങ്ങളെ പ്രകാശിപ്പിക്കാനുള്ളൊരിടം കിട്ടാത്തത് കൊണ്ട് വാസ്തവത്തിൽ നമ്മൾ മെരുക്കപ്പെടുന്നു. ഫ്രോയിഡ് അങ്ങനെയാണ് കരുതിയത്. ഫ്രോയിഡ് മനുഷ്യനെ ജന്മന ഒരു മഹിമയുള്ള ജന്തുവായിട്ടല്ല കണ്ടത്, മറിച്ച് ജന്മന വളരെ വളരെ ഇരുണ്ട വാസനകളുള്ള, അബോധത്തിൽ ധാരാളം ഇരുട്ട് പേറി നടക്കുന്ന ഒരു ജന്തുവായിട്ടാണ് ഫ്രോയിഡ് മനുഷ്യനെ കണ്ടത്. അതുകൊണ്ടാണ് ഫ്രോയിഡ് ആധുനിക നാഗരികതയെക്കുറിച്ച് പറയുമ്പോൾ മോഡേൺ സിവിലൈസേഷൻ ഈസ് എ ലീനിങ് ടവർ, ചായുന്ന ഗോപുരമാണ് എന്ന് പറഞ്ഞത്. കേസരി ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്ന് പറയുന്നതും നാഗരികത എന്ന് പറയുന്നതും അതിനുള്ളിൽ വൈരുദ്ധ്യങ്ങളെ പേറിയാണ് നിൽക്കുന്നത്. തമ്മിൽ പോരടിക്കുന്ന വലിയ ബലങ്ങൾ അതിനുള്ളിലുണ്ട്. അതിനെ മുഴുവൻ മെരുക്കുക അസാധ്യമാണ് എന്നത്. അതുകൊണ്ട് ഈ ഘടകങ്ങൾ, ഒരു വ്യക്തിയുടെ മനോഘടന മുതൽ സാമൂഹികവും ചരിത്രപരവുമായ ബലങ്ങൾ വരെ കൂടിക്കലർന്നു നിൽക്കുന്ന ഒന്നായിട്ട് കലാപ്രസ്ഥാനങ്ങളെ കാണുകയും ഈ പ്രസ്ഥാനങ്ങൾ
അടിസ്ഥാനങ്ങൾ എങ്ങനെയാണ് ആസ്വാദനത്തിൻ്റെയും ആവിഷ്കാരത്തിൻ്റെയും പാറ്റേണുകളെ രൂപപ്പെടുത്തുന്നത് എന്ന് പരിശോധിക്കുകയും അതിലൂടെ ഒരു കാലഘട്ടത്തിൻ്റെ അനുഭവ ഘടന എങ്ങനെ നിലവിൽ വരുന്നു എന്നാരായുകയുമാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ടിപ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ 2 കവികളായി കേസരി കണ്ടത് കുഞ്ചൻ നമ്പ്യാരെയും ചങ്ങമ്പുഴയെയുമാണ്. കുഞ്ചൻ നമ്പ്യാരും ചങ്ങമ്പുഴയും എന്തുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ കവികളായി എന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണം വളരെ സവിശേഷമായ ഒന്നാണ്. അദ്ദേഹം പറയുന്നത് മലയാളിയുടെ സ്വഭാവഘടനയിൽ അടിസ്ഥാനപരമായി 4 ഘടകങ്ങൾക്ക് പ്രാമുഖ്യമുണ്ട്. 1 വികാരപാരവശ്യം, 2 സംഗീതാത്മകത, 3 ഹാസ്യം, 4 ചടുലത. ഇതിൽ ചടുലതയെയും ഹാസ്യത്തെയും അതുപോലെ വികാരപാരവശ്യത്തെയും തൃപ്തിപ്പെടുത്തിയതുകൊണ്ട് ചങ്ങമ്പുഴയെയും, അതുപോലെ പാരവശ്യത്തെയും ചടുലതയെയും തൃപ്തിപ്പെടുത്തിയതുകൊണ്ട് ചങ്ങമ്പുഴയെയും, ചടുലതയെയും ഹാസ്യത്തെയും തൃപ്തിപ്പെടുത്തിയതുകൊണ്ട് കുഞ്ചൻ നമ്പ്യാരും മലയാളത്തിലെ ഏറ്റവും വലിയ കവികളായി തീർന്നു എന്നാണ്. നിങ്ങൾക്കിതിനോട് വിയോജിക്കാം. നിശ്ചയമായിട്ടും മലയാളിയുടെ സ്വഭാവഘടനയുടെ അടിസ്ഥാന ഘടന ഈ 4 ഘടകങ്ങളെ കേന്ദ്രീകരിച്ചാണോ എന്നതിൽ തർക്കം ഉന്നയിക്കാം. പക്ഷേ കേസരിയുടെ കാഴ്ചയുടെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പ്യാരും ചങ്ങമ്പുഴയും വലിയ കവികളായി തീർന്നത് അവരുടെ കവിത കൊണ്ട് മാത്രമല്ല, ആ കവിത പ്രവർത്തിച്ച ഒരു ജനതയുടെ നരവംശപരമായ സവിശേഷതകൾ കൊണ്ടുകൂടി. ഇങ്ങനെ കവിതയെ കവിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന്, ഭാഷയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് ഒരു ജനതയുടെ ചരിത്രത്തിലേക്കും പുരാവിജ്ഞാനത്തിലേക്കും ഒക്കെ ചേർത്ത് വച്ചിട്ടാണ് കേസരി വിശദീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉത്തരഭാരതത്തിലെ പ്രത്യേകിച്ചും ബംഗാളിൽ സൂക്ഷ്മാലങ്കാരങ്ങൾ ശില്പകലയിൽ ഇല്ലാതെ പോയതെന്നും അവ ദക്ഷിണ ഭാരതത്തിൽ പ്രത്യേകിച്ചും ബേലൂർ, ഹൊളയവീട്, സോമനാഥപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ അത് വലുതായി വന്നത് എന്നും കേസരി ആലോചിക്കുന്നുണ്ട്. അതിൽ കേസരി പറഞ്ഞൊരു കാര്യം, ഉത്തരഭാരതത്തിൽ കിട്ടുന്ന കല്ല് ഗ്രാനൈറ്റാണ്. ഗ്രാനൈറ്റ് ആയതുകൊണ്ട് കഠിനശിലയിൽ സൂക്ഷ്മാലങ്കാരം പറ്റില്ല, കല്ല് ചെതറിപ്പോകും. അതേസമയം ദക്ഷിണേന്ത്യയിൽ കിട്ടുന്ന കല്ല് അത് സോഫ്റ്റ് സ്റ്റോണാണ്, മൃദുശിലയാണ്, നിങ്ങൾക്ക് കാർവ് ചെയ്യാൻ പറ്റും. തുടർന്ന് അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് ശില്പകലാ വിദഗ്ധൻ ആയ ഒരാൾ, ശില്പകല പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ശില്പകലാ രീതികൾ പഠിക്കുന്നത് പോലെ ഭൂവിജ്ഞാനീയവും പഠിക്കണം. ഇങ്ങനെ ഭൂവിജ്ഞാനീയ കല്ലിൻ്റെ തോതെന്താണ്, കല്ലിൻ്റെ തരം എന്താണ്, കല്ലിൻ്റെ പ്രകൃതം എന്താണ് എന്നുകൂടി അറിയുന്ന ഒരാൾക്ക് മാത്രമേ ശില്പത്തെക്കുറിച്ച് എഴുതാൻ പറ്റുള്ളൂ. ഇങ്ങനെ സങ്കേതത്തിലേക്ക് ആണ്ടാണ്ട് പോവുക എന്നത് കേസരിയുടെ സവിശേഷമായൊരു രീതിയായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് കേസരിയുടെ ചരിത്രരചനയാണ്. ചരിത്രരചനയിൽ എത്തുന്ന സമയത്ത് കേസരി പൂർണ്ണമായിട്ടും ആധുനികതയുടെ യുക്തികളെ തള്ളിക്കളയുകയും അദ്ദേഹം നമ്മുടെ മിത്തുകളെയും ഐതിഹ്യങ്ങളെയും ഉൾപ്പെടുന്ന മനുഷ്യൻ്റെ ഒരു പ്രാചീനമായ ചരിത്രബോധത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടേ നമുക്ക് മനുഷ്യവംശത്തെ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് കരുതുകയും ചെയ്തു. അതുകൊണ്ട് മിത്തുകളെന്ന് പറയുന്നത് ഐതിഹ്യങ്ങളായിട്ടും കെട്ടുകഥകളായിട്ടും നിൽക്കുന്നതല്ല, പ്രാചീന ജനത തങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിച്ച അനുഭവ ഘടനകളാണ് മിത്തുകളായിട്ട് നിലനിൽക്കുന്നത്. ഈ മിത്തുകളെ നാം പിൻപറ്റേണ്ടതുണ്ട് എന്ന് അദ്ദേഹം കരുതുകയും നമ്മുടെ AD-BC എന്ന് പറയുന്ന, ഇന്നത്തെ നിലയ്ക്കാണെങ്കിൽ AC-BC എന്നെല്ലാം പറയുന്ന കാലഗണനാ രീതി വാസ്തവത്തിൽ മനുഷ്യരെ മനസ്സിലാക്കാൻ തീർത്തും അപര്യാപ്തമാണ് എന്ന് കരുതിക്കൊണ്ട് കൽപ്പഗണിതം എന്ന് പറയുന്ന ഒരു കാലഗണനാ രീതിയെ അദ്ദേഹം വികസിപ്പിച്ചു. അതുപോലെ തന്നെ ലോകത്ത് ആദിമമായൊരു ജനസഞ്ചയം ഒരുമിച്ച് പാർത്തിരുന്നു എന്നും അവർ പലയിടങ്ങളിലേക്ക് ചെതറിപ്പരന്നതാണ് ഇന്നത്തെ ലോകനാഗരികതകൾ എന്നുമാണ് കേസരി കരുതിയത്. അതുകൊണ്ട് അദ്ദേഹം ആദിമമായൊരു പ്രഭവത്തെ സങ്കല്പിക്കുകയും ആ പ്രഭവത്തിൻ്റെ പിൽക്കാല സഞ്ചാരങ്ങൾ എന്ന നിലയിൽ പിൽക്കാല നാഗരികതകളെ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇങ്ങനെ ഏകലോകം എന്ന സങ്കല്പത്തെ, പ്രസ്ഥാന പഠനത്തെ, പത്രപ്രവർത്തനത്തിൽ ആധുനികതയുടെ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ ഉറപ്പിനെ ഒക്കെ സ്ഥാപിച്ചെടുക്കാനായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള ശ്രമിച്ചത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ അദ്ദേഹം ജീവിച്ച കാലത്ത് കാര്യമായൊന്നും മാനിക്കപ്പെട്ടില്ല. അതിന് ആ കാലത്തെ മാത്രം പഴി പറഞ്ഞിട്ടും കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കാലത്തേക്കാൾ വളരെ മുമ്പിലായിരുന്നു എന്നതാണ്. കേസരി പിക്കാസോയിൻ്റെ ഗൂർണിക്കയെക്കുറിച്ച് കേസരി എഴുതുന്നത് ഗൂർണിക്ക രചിക്കപ്പെട്ട് 4-5 വർഷങ്ങൾക്ക് ശേഷമാണ്. 12-13 പേജുകളിൽ. അന്ന് ഞാൻ കരുതുന്നത് മലയാളത്തിൽ
മലയാളികൾ പിക്കാസ് എന്നല്ലാതെ പിക്കാസോ എന്ന് കേട്ടിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ കേസരി അത്ര വിസ്തരിച്ച് അതിനെക്കുറിച്ച് എഴുതി. പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറിയെക്കുറിച്ച്, പീറ്റ് മോൺട്രിയാനെക്കുറിച്ച്, കണ്ടിൻസ്കിയെക്കുറിച്ച്, അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്ങിനെക്കുറിച്ച്, സെവറിനിയെക്കുറിച്ച് ഒക്കെ കേസരി എഴുതുന്നത് 40കളിലാണ്. അവയുടെ വിദൂരമായ അച്ചടി കോപ്പികൾ മാത്രം കണ്ടിട്ടാണ് അവയുടെ കാതലിനെ തൊടുന്ന നിരീക്ഷണങ്ങൾ കേസരി നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കാലത്തിന് വളരെ മുമ്പേ സഞ്ചരിച്ചതുകൊണ്ട് അദ്ദേഹം തൻ്റെ കാലത്തിന് സ്വീകാര്യനല്ലാതെ പോയി. പക്ഷേ മലയാളം കണ്ട 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രബലമായ ധൈഷണികത കേസരിയുടേതായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് മാനിക്കാൻ കേരളത്തിന് എപ്പോഴെങ്കിലും കഴിഞ്ഞേക്കും. വിജയൻ മാഷ് പറഞ്ഞൊരു വാക്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. വിജയൻ മാഷ് പറഞ്ഞത്, നാം കേസരിയെ വളരെ കൂടുതൽ ആദരിക്കുകയും അല്പം പോലും വായിക്കാതിരിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ ആദരിക്കുന്നതിൽ നിന്ന് വായിച്ചാദരിക്കുന്നതിലേക്ക് കേസരി എത്തിച്ചേരും എന്ന ഒരു പ്രത്യാശ നമുക്ക് വച്ച് പുലർത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ കാലം രൂപപ്പെടുത്തിയ ഏറ്റവും ബലിഷ്ഠമായ ധൈഷണികത, ഏറ്റവും ജാഗ്രതയുള്ള ധൈഷണികത, ഏറ്റവും ചരിത്ര വിവേകമുള്ള ധൈഷണികതയായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ളയുടേത് എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം. മാഷിനോട് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ അവസരം ഉപയോഗിക്കുന്നത്. അതെ, ഇപ്പോൾ അവൈലബിളാണ്. ഇവിടെ ഉണ്ടോയെന്നറിയില്ല. ഹലോ, പക്ഷേ ഒരു ചോദ്യം ചോദിക്കാനാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ നടന്ന ഇലക്ഷനിൽ പല സംഭവങ്ങളും ഒക്കെ നടന്നു. അതിൽ ചെറിയൊരു പാറ്റേൺ, ഒരു ആൺകുട്ടികളിൽ ഒരു 18-25 ആ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഒരു ജനറേഷൻ ഫുള്ള് റൈറ്റിലേക്ക് ഒരു മാറ്റം ഉണ്ടായി. അതിനെക്കുറിച്ച് അപ്പം കേൾക്കുന്നത് അവരൊരു ആൻറ്റി വോക്ക് അല്ലെങ്കിൽ ഫെമിനിസത്തിനെതിരെ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഇത് ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളൊരു മൊത്തത്തിലൊരു 100 വർഷം എടുക്കുവാണെങ്കിൽ ലോകം പ്രോഗ്രസീവായി തന്നെ ആയിരിക്കും പോകുന്നതെന്ന് പറയുമെങ്കിലും ഇടയ്ക്കൊരു 30 വർഷങ്ങളിൽ ഈ ഒരു സൈക്കിള്, റൈറ്റിൻ്റെ സൈക്കിൾ കയറി വരുമല്ലോ. പിന്നെ ഇതിൽ പഴയ ജനറേഷനിലുള്ളവർ അല്ലെങ്കിൽ ഈ ശരിക്കും ഫിസിക്കലി തന്നെ ഈ അബ്യൂസും ഇതെല്ലാം കണ്ടു വളർന്നാണ്. പക്ഷേ ഇവർ ചിലപ്പോൾ അത് കാണാതെ വളരുന്നുണ്ട്. അപ്പം ചിലപ്പോൾ അവർക്ക് അത് ഫെമിനിസം എന്നതൊക്കെ മറ്റവർക്ക് പ്രിവിലേജ് കൊടുക്കുകയാണോ എന്നൊരു തോട്ട് ആ ജനറേഷന് വന്നിട്ടുണ്ട്. ആ 18 മുതൽ 25 ഒക്കെ അല്ലെങ്കിൽ ഈ പ്രശ്നം ഇൻസ്റ്റിറ്റ്യൂഷനിലാണെന്നൊക്കെ മനസ്സിലാവുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു കമ്പനിയിലൊക്കെ ജോലി ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ നിയമം ഒക്കെ ഉണ്ടാകുന്നതെന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്യുന്നതെന്നും അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്ന പ്രായത്തിൽ മാറുമായിരിക്കും. പക്ഷേ ഈ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പം സാറിപ്പം മാഷിപ്പം ഇതിൻ്റെ കാര്യത്തിൽ കേസരിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഒരു ചിന്തകർക്കും കലാകാരന്മാർക്കും ഒക്കെ ഒരു പ്രവചിക്കാനുള്ളൊരു സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ അങ്ങനെയാണ്. അപ്പം ഈ പ്രസൻറ്റ് സിറ്റുവേഷനിലെ ചിന്തകൻ എന്ന നിലയിൽ മാഷ് ഇതെങ്ങോട്ട് പോകും, ഈ തീസിസും ആൻറ്റി തീസിസും സിന്തസിസും എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യം, ഞാനൊരു പ്രവാചകനല്ല എന്നുള്ളതാണ്. ഭാവിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കൂട്ടിയാൽ കൂടുന്നൊരു കാര്യമല്ല. പിന്നെ ഞാനതിൽ കാണുന്നൊരു ജനറലായ കാര്യം പറയാം. ഏതെങ്കിലും ഒരു കാലം പരിപൂർണമായി പ്രകാശപൂർണവും ഏതെങ്കിലും ഒരു കാലം പരിപൂർണമായി ഇരുണ്ടതും എന്ന് കരുതേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഗാന്ധി ജീവിച്ചിരുന്ന കാലം വളരെ നല്ലതായിരുന്നു എന്ന് നമുക്കിപ്പോൾ തോന്നുന്നതിൻ്റെ ഒരു കാര്യം നമ്മളപ്പോൾ ജീവിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഗാന്ധി ജീവിച്ച കാലത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാപം നടന്നത്. ഗാന്ധി സമ്പൂർണ്ണമായി നിസ്സഹായനായി പോയത് അക്കാലത്താണ്. അതുകൊണ്ട് എല്ലാ കാലങ്ങളും അതിൻ്റെ നന്മകളെയും എല്ലാ കാലവും അതിൻ്റെ ഇരുട്ടുകളെയും കൂടെ കൂട്ടുന്നുണ്ട്. നിശ്ചയമായും ഈ കാലത്തെയും നമുക്ക് മറികടന്ന് പോകാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 30കളിന്നോ അല്ലെങ്കിൽ 30കൾ പിങ്ക് 30s എന്നാണ് ലോകം അറിയപ്പെട്ടതെന്ന്. സ്പാനിഷ് സിവിൽ വാറും അക്കാലത്തെ സോവിയറ്റ് വിപ്ലവാനന്തരമുള്ള ലോകത്തിൻ്റെ വലിയ കുതിപ്പുകളും 30കളെ വലിയ തോതിൽ പ്രചോദിപ്പിച്ചിരുന്നു. പിങ്ക് 30s എന്നറിയപ്പെട്ടിരുന്നു. ക്രിസ്റ്റഫർ കോഡ്വെല്ലെല്ലാം പോയിട്ട് സ്പെയിനിൽ പോയി യുദ്ധം ചെയ്ത് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെയെല്ലാം ചെയ്ത ആ ചുവന്ന 30കളിൽ നിന്നാണ് ഫാഷിസം ഉണ്ടായത്.
അതുകൊണ്ട് നിങ്ങൾ വളരെ പ്രത്യാശാപൂർവം കാണുന്ന ഒരു സന്ദർഭം പ്രത്യാശയിൽ തന്നെ പര്യവസാനിക്കണമെന്നില്ല. ഇരുണ്ട ലോകം ഇരുട്ടിൽ തന്നെ അവസാനിക്കണമെന്നില്ല. അപ്പോൾ എനിക്കതിൽ തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ഭാവിയെക്കുറിച്ചുള്ള അന്തിമമായ വിധികളേക്കാൾ നമ്മുടെ കാലത്ത് നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കൂടുതൽ പ്രധാനം എന്ന് തോന്നുന്നു. അതിൽ നമ്മൾ വിജയിക്കുകയോ പരാജയപ്പെടുകയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. തോൽക്കാൻ വേണ്ടിയും ചില യുദ്ധങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ആ യുദ്ധം നടത്താനും കുറച്ച് ആളുകൾ അവശേഷിക്കേണ്ടതും ഉണ്ട്. കാരണം അത്തരം യുദ്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നീതി എന്നുള്ളത് വിജയിച്ചൊരു സമരത്തിൻ്റെ പേരല്ല, നീതി എന്നുള്ളത് പരാജയപ്പെട്ടൊരു സമരത്തിൻ്റെ പേരാണ്. പക്ഷേ നടന്ന സമരങ്ങളിൽ ഏറ്റവും വലുത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. അതുകൊണ്ട് നമ്മളത് തുടർന്ന്. ഹലോ, നമസ്കാരം സാർ. എൻ്റെ പേര് ഷാ. എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് സാർ ഇപ്പോൾ പറഞ്ഞ ആദ്യം തന്നെ സാറിൻ്റെ പ്രഭാഷണം വളരെ ഇമ്പം ഏറിയതായിരുന്നു. സമയം പോയത് ഒട്ടും അറിഞ്ഞില്ല. അതെ സാർ, ഈ പറഞ്ഞതിൽ ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൽ സാമുദായിക ജീർണത എന്ന് 2 പ്രാവശ്യം സാറ് സാമുദായിക ജീർണത എന്ന് പറഞ്ഞത് സാമുദായികം തന്നെ ആയിരുന്നു അതോ സാമൂഹികം ആണോ ഉദ്ദേശിച്ചത്? ഒന്ന്. രണ്ടാമത്തെ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ നിരർത്ഥക ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ സാറിന് 2 വർഷം മുമ്പ് പറഞ്ഞൊരു പ്രഭാഷണത്തിലുണ്ടായിരുന്നു. ഈ ഏതൊരു കവിയെക്കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് കവിയുടെ പേര് ഓർമ്മ വരുന്നില്ല. ഈ നിരർത്ഥക ശബ്ദങ്ങൾ ഉപയോഗിക്കുന്ന പണ്ട് കവികളുണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ കാണുന്നു പറഞ്ഞാൽ വയലാറിൻ്റെ ഈ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും, മനുഷ്യനാണ് പ്രധാനം, കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സങ്കേതങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കും, മനുഷ്യനും പരിവർത്തനത്തിലൂടെ പരിണമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഭാഷ ഇങ്ങനെ തന്നെ വേണം, മലയാള ഭാഷ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു പറച്ചിൽ, ഇങ്ങനെ പാടില്ല അല്ലെങ്കിൽ വികുലമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല? അപ്പോൾ ഈ നിരർത്ഥക ശബ്ദങ്ങൾ ഉപയോഗിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പാടില്ല, അല്ലെങ്കിൽ ഒരു 10-30 വർഷങ്ങളായിട്ട് ഇങ്ങനെ പാടില്ല, ഇതിനെ നമ്മൾ വികലമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഭാഷ അതിൻ്റേതായിട്ടുള്ളൊരു ഭവ്യത, അതിൻ്റേതായിട്ടുള്ളൊരു എല്ലാ സൗന്ദര്യത്തോടു കൂടി ഉപയോഗിക്കണം എന്ന് പറയുന്നു. അപ്പോൾ അതും പരിവർത്തനത്തിന് വിധേയപ്പെടേണ്ടതല്ലേ എന്ന് എൻ്റെ 2 ചോദ്യങ്ങൾ. താങ്ക് യു. ഇതിനൊക്കെ ഉത്തരം പറയണമെങ്കിൽ വൈകുന്നേരമാവേ, വേറെ സെഷൻസും ഉണ്ടല്ലോ. ഞാൻ ആദ്യം ഈ സാമുദായികം എന്നത് വാസ്തവത്തിൽ ആ ഘട്ടത്തിൽ സാമൂഹികം എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഉപയോഗിച്ചിരുന്നതാണ് ഒരു ഘട്ടം വരെ. പിന്നീടാണ് അത് ജാതി എന്നുള്ള അർത്ഥത്തിലേക്ക് മാറി വന്നത്. സമുദായം എന്നുള്ള സങ്കല്പം കേരളത്തിലൊരു പ്രത്യേക നിലയിൽ വികസിച്ച വന്ന ആശയമാണ്. അതായത് ജാതി വിമർശനത്തിന് വേണ്ടി രൂപപ്പെട്ട, ജാതീയമായി തന്നെ സംഘടിപ്പിക്കപ്പെട്ട കൂട്ടായ്മകളാണ് സമുദായം എന്നതിലേക്ക് മാറിയത്. ഒരു ട്രാൻസിഷൻ ഫേസാണ്. പഴയ ജാതി വിഭാഗങ്ങൾ തന്നെ അവ സംഘടിക്കുന്നു, സംഘടിച്ച് ജാതിക്കെതിരായൊരു പുതിയ സ്വത്വത്തിലേക്ക് നീങ്ങുന്നു. ആ ട്രാൻസിഷൻ സ്റ്റേറ്റിനെ കുറിക്കാനായിട്ടാണ് സമുദായം എന്ന സങ്കല്പം കേരളത്തിൽ വന്നത്. അതൊരു ആധുനികതയുടെ ഒരടയാളമായിട്ട് ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് അത് ജാതി എന്ന ചുരുങ്ങിയ അർത്ഥത്തിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്തത്. ജാതി വിമർശനത്തിൻ്റെ തലം അതിൽ നിന്ന് പോയി. കേസരിയൊക്കെ എഴുതുന്ന കാലത്ത് സാമുദായികം എന്ന വാക്കിന് സാമൂഹികം എന്നാണ് അർത്ഥം. ഞാൻ കേസരിയുടെ വാക്ക് അതുപോലെ തന്നെ ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. അത് ആ അർത്ഥത്തിലാണ്. രണ്ടാമത് ഭാഷയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയുന്ന സമയത്ത്, ഒന്ന്, ഭാഷ സ്റ്റാറ്റിക്കായ ഒരു സംഗതിയൊന്നുമല്ല, ഭാഷ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം നിരർത്ഥകമായ ശബ്ദങ്ങൾ കൊണ്ട് ചിലപ്പോൾ കവിത ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരും. അത്രമേൽ അർത്ഥശൂന്യമായ ഒരു ജീവിതത്തെ ആവിഷ്കരിക്കാൻ നിരർത്ഥകതയെ ഉപയോഗപ്പെടുത്തിയെന്ന് വരും. ഒരുപക്ഷെ നിരർത്ഥകമെന്ന് പുറമേക്ക് തോന്നുന്ന ഒരു ശബ്ദമായിരിക്കും അനുഭവത്തിൻ്റെ പുതിയൊരു പ്രതലത്തെ ഏറ്റവും നന്നായിട്ട് ആവിഷ്കരിക്കുക എന്നും വരാം. ഇപ്പം ഹാ പുഷ്പമേ എന്ന് പറയുന്നു, അവനി വാഴു കിനാവ് കഷ്ടം എന്ന് പറയുന്നു, അഹഹ ഹൈ ഐ ഹന്ത എന്നെല്ലാം ആശാൻ ഉപയോഗിക്കുന്നു. ഇത് അക്കാലത്തെ കവിതയിൽ ഉണ്ടായിരുന്നൊരു രീതിയല്ല. പക്ഷേ അനുഭവത്തിൻ്റെ പുതിയൊരു പാറ്റേൺ വരുമ്പോൾ ആ പാറ്റേണിനെ പ്രകാശിപ്പിക്കാൻ, ആ വികാരസ്തോഭത്തെ മുഴുവൻ സംഗ്രഹിക്കാൻ ഒരു കേവല ശബ്ദത്തിന് കഴിയുന്നത് പോലെ അതിനെ വിടർത്തി പറഞ്ഞാൽ കഴിയില്ല എന്ന് വന്നേക്കും. ഹാ പുഷ്പമേ എന്ന് തുടങ്ങുന്ന സമയത്ത് ഈയൊരു വ്യാക്ഷേപകത്തിനുണ്ടാക്കാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചുള്ള ആഴമേറിയൊരു ബോധ്യം ഒരുപക്ഷെ നിങ്ങൾ നീട്ടി 4 വരി എഴുതിയാൽ കിട്ടിയില്ല എന്ന് വന്നേക്കും. അപ്പോൾ പുതിയ അനുഭവ ബന്ധങ്ങൾ വരുന്ന സമയത്ത് ഭാഷയുടെ പാറ്റേൺ മാറി വരികയും ചിലപ്പോൾ
ചിലപ്പോൾ നിരർത്ഥകമെന്ന് പറയുന്ന ശബ്ദരൂപങ്ങൾക്കും അർത്ഥമൂല്യം കൈവരികയും ചെയ്യാം. അത് പക്ഷേ നമുക്ക് കോണ്ടക്സ്റ്റുവലായിട്ടേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഭാഷ മാറിക്കൂടാ, ഭാഷ ശാശ്വതമായിട്ട് നിൽക്കണം എന്ന വാദം അങ്ങനെ ആരെങ്കിലും അർത്ഥബോധത്തോടെ അല്ലെങ്കിൽ കാര്യഗൗരവത്തോടെ പറയില്ല. ഭാഷ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരിണാമിയായ ഒരു പ്രക്രിയയുടെ പേരാണ് ഭാഷ. കാരണം ഭാഷ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സോഷ്യൽ റിലേഷനാണല്ലോ. മനുഷ്യർക്കിടയിലെ ബന്ധമാണ് ഭാഷ എന്ന് പറയുന്നത്. ഞാൻ ആന എന്ന് പറയുമ്പോൾ നിങ്ങൾ ആന എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആന എന്ന് പറയുകയും നിങ്ങൾ കുതിര എന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ പിന്നെ ഭാഷയില്ല. അതുകൊണ്ട് ഈ റിലേഷനാണ് പ്രധാനം. ആ റിലേഷൻ സൊസൈറ്റി മാറുന്നതനുസരിച്ച് റിലേഷൻ്റെ ഉള്ളടക്കവും മാറിക്കൊണ്ടിരിക്കും, ഭാഷയും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ആ മാറ്റത്തിൻ്റെ പാറ്റേണും ഭാഷയുടെ വെറുതെ അർത്ഥശൂന്യമായ പ്രയോഗവും രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ എന്താ പറയുക, ശബ്ദത്തെ വെറുതെ ഇങ്ങനെ കെട്ടഴിച്ച് വിട്ട് ഒരു ശബ്ദഘോഷം മാത്രം ബാക്കിയുണ്ടാവുകയും അത് നമ്മോടൊന്നും കൺവേ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ചാണെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. ഭാഷ മാറിക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു എന്താ പറയുക, ശരിയായ ഭാഷ എന്നതൊന്നും വാസ്തവത്തിൽ ചരിത്രത്തിൽ 100% നിലനിൽക്കില്ല. ഒരു പാറ്റേൺ നിൽക്കും, അതിനെ തള്ളി മാറ്റിക്കൊണ്ട് അടുത്ത പാറ്റേൺ വരും. അങ്ങനെ ഭാഷയുടെ പാറ്റേണുകൾ മാറി മാറി വരികയേ ചെയ്യൂ. വ്യാകരണത്തിലടക്കം ഭാഷ പരിണമിക്കുന്നുണ്ട്. ഭാഷയിൽ സാമൂഹിക തലങ്ങളുണ്ട് എന്നതാണ് വസ്തുത. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ജോർജ് മാത്തൻ എന്ന് പറഞ്ഞ ഒരാൾ മലയാളത്തിൽ വ്യാകരണം എഴുതുന്നുണ്ട്. അദ്ദേഹം കോട്ടയത്തുകാരനാണ്. അപ്പോൾ അതിൽ അദ്ദേഹം നമ്മുടെ വിഭക്തി രൂപങ്ങളുണ്ടല്ലോ, ഇൽ എന്നുള്ള വിഭക്തി ഉണ്ടല്ലോ, നമ്മുടെ മരത്തിൽ നിന്നിറങ്ങി, കാറിൽ നിന്നിറങ്ങി, ബസ്സിൽ നിന്നിറങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വിഭക്തിയാണല്ലോ ഇൽ. ഈ ഇല്ലിന് ഒപ്പം ജോർജ് മാത്തൻ ഏൽന്ന് കൂടി കൊടുക്കുന്നുണ്ട്, ഏൽ എന്ന്. അതിന് കാരണം എന്ന് വെച്ചാൽ മൂപ്പര് കോട്ടയത്തുകാരൻ നസ്രാണിയാണ്. അവിടെ കാറിൽ നിന്നിറങ്ങി, മരത്തിൽ നിന്നിറങ്ങി, ബസ്സിൽ നിന്നിറങ്ങി എന്നാണ്. ബസ്സിൽ നിന്നിറങ്ങി എന്ന് പറയില്ല, ബസ്സിൽ നിന്നിറങ്ങി എന്ന് പറയും. അതുകൊണ്ട് മാത്തന് ഏലും കൂടിയുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് ഏലില്ല. അതുകൊണ്ട് കേരളവാണി എഴുതിയപ്പോൾ ഏലില്ല, ഇല്ലു മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരളം സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു രാജ്യമായിരുന്നെങ്കിൽ മലയാള വ്യാകരണത്തിൽ വിഭക്തി ഇല്ലിന് പകരം ഏലായി പോയേനെ. മറിച്ച് തിരുവനന്തപുരത്ത് നായന്മാർ പ്രബലമായതുകൊണ്ട് ഏല് പിൻവാങ്ങിപ്പോവുകയും ഇല്ല് ഉറക്കുകയും ചെയ്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാറ്റിലും ഈ ഭാഷയിൽ സംഘർഷമുണ്ട്, ആ വൈരുദ്ധ്യങ്ങളുമുണ്ട്. അത് മാറിക്കൊണ്ടിരിക്കും, അത് തെറ്റൊന്നുമല്ല, മാറുക തന്നെയാണ് വേണ്ടത്. രാജഭരണകാലത്ത് പോലും കേസരി സ്വതന്ത്രമായി ചിന്തിക്കുകയും വ്യക്തമായിട്ട് എഴുതുകയും നിലപാടുകൾ അറിയിക്കുകയും ചെയ്തിരുന്നൊരു കാലത്ത് എന്തുകൊണ്ടാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു പത്രങ്ങൾ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ നിലപാടുകൾ പറയുവാൻ മടിച്ചു നിൽക്കുന്നത്? ഒരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയിൽ മാഷിൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, മാധ്യമമണ്ഡലം സമ്പൂർണ്ണമായിട്ടും മൂലധനത്തിൻ്റെ പിടിയിൽ പെട്ടുപോയി കഴിഞ്ഞൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് മൂലധനമുക്തമായിട്ട് ഒരു പത്രാധിപർക്ക് സ്വന്തം പത്രത്തിൽ നിലപാടെടുക്കാൻ വളരെ വളരെ പ്രയാസമാണ്. ഇപ്പോൾ ദ്രൂറാട്ടിയെ പോലെ ഒരാൾക്ക് സ്വന്തം യൂട്യൂബ് വീഡിയോകൾ വഴി തൻ്റെ ആശയങ്ങൾ പറയാൻ കഴിയുന്നല്ലാതെ, അങ്ങനെയുള്ള ഒറ്റതിരിഞ്ഞ ശ്രമങ്ങൾക്കല്ലാതെ മാധ്യമങ്ങളെന്ന് പറയുന്നത് വലിയ തോതിൽ ഭീമാകാരമായ മുതൽ മുടക്കും കമ്പോളവും നിയന്ത്രിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് കേസരി ആദ്യമേ പറഞ്ഞൊരു കാര്യം. പ്രബോധകൻ്റെ ആമുഖ പ്രസ്താവനയിൽ പറയുന്നൊരു കാര്യം ഇതാണ്. 1930 അന്ന് ലോകത്ത് മാധ്യമ കുത്തക എന്ന് പറയുന്ന സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ കേസരി പറയുന്നുണ്ട്, പത്രങ്ങൾ ഭീമാകാരമായിട്ട് വലുതായാൽ അത് പത്രത്തിൻ്റെ അടിസ്ഥാന ദൗത്യത്തിന് പുറത്തേക്ക് പോകും എന്ന്. പബ്ലിക് സ്ഫിയറിന് ആ തകർച്ച സംഭവിച്ചു എന്ന് ഹേബർമാസൊക്കെ പറയുന്നതും ഈ മൂലധനത്തിൻ്റെ വിഴുങ്ങലിനുള്ളിലാണ്. ഇത് ചരിത്രത്തിലൊരു വലിയ ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സമീർ അമീൻ എന്ന് പറയുന്ന ചിന്തകൻ ഒരു ആശയം പറയുന്നുണ്ട്. ഫ്രഞ്ച് ബൂർഷ്വാസി ലോകത്ത് 2 വിപ്ലവങ്ങൾ നടത്തി. ഒന്ന് ഫ്രഞ്ച് വിപ്ലവവും മറ്റൊന്ന് അമേരിക്കൻ വിപ്ലവവും. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നുള്ളതാണ്. പക്ഷേ ഈ മുദ്രാവാക്യം ഫ്രഞ്ച് ബൂർഷ്വാസി ഈ മുദ്രാവാക്യത്തിന് ജന്മം നൽകിയെങ്കിലും ഇത് ഫ്രഞ്ച് ബൂർഷ്വാസി നടപ്പിലാക്കിയില്ല. ബൂർഷ്വാസിക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം ലിബർട്ടി ഓക്കെ, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നുള്ളത് നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബൂർഷ്വാസി ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് ബൂർഷ്വാസി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറയുന്നത് ബൂർഷ്വാസി നടപ്പിലാക്കിയത് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടിയാണ്. സ്വാതന്ത്ര്യം എന്തിനുള്ള സ്വാതന്ത്ര്യമാണ്? സ്വാതന്ത്ര്യം സമത്വത്തിനുള്ള സ്വാതന്ത്ര്യമാണോ? സ്വാതന്ത്ര്യം സാഹോദര്യത്തിനുള്ള സ്വാതന്ത്ര്യമാണോ? അതോ സ്വാതന്ത്ര്യം സ്വത്തുടമസ്ഥതയ്ക്കുള്ള സ്വാതന്ത്ര്യമാണോ? ആധുനിക മുതലാളിത്തം വ്യക്തികൾക്ക് നൽകിയ സ്വാതന്ത്ര്യം സമത്വത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, സാഹോദര്യത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, മറിച്ച് സ്വത്തുടമസ്ഥതയ്ക്കുള്ള സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് നാരായണഗുരു പറഞ്ഞതിന് വലിയ അർത്ഥമുണ്ട്. സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം
എന്നത് അങ്ങനെ വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ കരുതുന്നത് പോലെ അധ്യാത്മത്തിൻ്റെ വഴിയിൽ മാത്രം അവസാനിക്കുന്ന ഒരു കാര്യമല്ല, വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് അത്. അതുപോലെ മാധ്യമങ്ങളിൽ നിലീനമായ വിമർശനബോധത്തെ മൂലധനം വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിലെ സമത്വവും സ്വാതന്ത്ര്യവും മുതലാളിത്തം അതിൻ്റെ പിൽക്കാല വളർച്ചയിൽ ഉപേക്ഷിച്ചതുപോലെ മാധ്യമങ്ങളിൽ നിലീനമായ അടിസ്ഥാന വിമർശനത്തെ മാധ്യമ വളർച്ചയുടെ പിൽക്കാലം കൈയൊഴിയുകയും മാധ്യമം ഒരു കമ്പോള വസ്തു എന്ന നിലയിലേക്ക് മാറുകയും അതിൻ്റെ പരിമിതമായ ശേഷി തന്നെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്ന സ്ഥിതി നാം ഇപ്പോൾ നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. നമുക്കിത് അവസാനിപ്പിക്കാം അല്ലേ? മാഷ, ഒരു ചോദ്യം കൂടെ ഇവിടെ, ഒരു ചോദ്യം കൂടെ. ഈ ചരിത്രവുമായിട്ട്, അതായത് കഴിഞ്ഞകാല ചരിത്രവുമായിട്ട് കൂട്ടിക്കുഴഞ്ഞു കിടക്കുന്ന ചില പ്രശ്നങ്ങൾ, പാലസ്തീൻ, ഇസ്രയേൽ അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിൽ ഉദിക്കുന്നൊരു ചിന്തയാണ് ചരിത്രത്തിലൂടെ നാം എത്ര നാൾ പുറകോട്ട് പോയി നോക്കും എന്നത്. ആ ദൂരം സഞ്ചരിക്കുന്നതിൻ്റെ ദൈർഘ്യമനുസരിച്ച് ഏത് വശമാണ് ശരി എന്നതിനെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവുകൾ, വിലയിരുത്തലുകൾ മാറി മാറി മറിയുന്നു. ഇരുവശത്തെയും ന്യായീകരണങ്ങൾ മാറി മറിയുന്നു. മാഷ് ഈ പ്രശ്നത്തെ എങ്ങനെയാണ് കാണുന്നത്? ചരിത്രത്തിലൂടെ ഏറ്റവും പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുക പങ്കുവയ്പ്പിൻ്റെ ഒരു കഥയിലാണ്, ഏറ്റവും പുറയിലേക്ക് പോയാൽ. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ കേസരിയെ മുൻനിർത്തി തന്നെ പറയാം. കേസരി കരുതിയത് നിങ്ങൾ പുറകോട്ട് പോകൂ, പിന്നോട്ട് പോകൂ, മനുഷ്യവംശത്തിൻ്റെ ഏകതയിൽ എത്തിച്ചേരും. ഇടത്താവളങ്ങളിലെങ്ങും തങ്ങരുത് എന്ന് അദ്ദേഹം പറയും. ഞാനിതൊരു ആലങ്കാരികമായിട്ട് പറയുകയാണ്. നോക്കൂ, മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് നാഗരികതകളെ സംബന്ധിച്ച് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം എന്താണ്? അത് പങ്കുവയ്പ്പാണ് എന്നതാണ്. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നതും ഞാൻ സംസാരിക്കുന്ന ഭാഷയും നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന ആശയങ്ങളുമൊക്കെ മനുഷ്യവംശം ഏതോ തരത്തിൽ പങ്കുവെച്ച് വന്നതാണ്. ഔട്ട് ഓഫ് ആഫ്രിക്ക എന്നാണല്ലോ നമ്മളിപ്പോൾ മനസ്സിലാക്കി വരുന്നത്. അവിടെ നിന്ന് പുറപ്പെടുകയും ലോകത്തിൻ്റെ പല കോണുകളിൽ എത്തിച്ചേരുകയും അവിടെയൊക്കെ പലമാതിരി ജീവിതക്രമങ്ങൾ കെട്ടിപ്പടുക്കുകയും നാഗരികതകൾ തമ്മിൽ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തു. ഇപ്പോൾ തനി കേരളീയമെന്ന് നമ്മൾ കരുതുന്നത് മിക്കതും കേരളീയമല്ല. ഞാനെപ്പോഴും ഫലിതമായിട്ട് പറയാറുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം കേരളീയ സദ്യ എന്ന് പറയുന്നതിൽ കേരളത്തിലേക്ക് വന്നു ചേർന്ന വിഭവങ്ങളെല്ലാം മാറ്റിവെച്ചാൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ചൈനക്കാരും അതുപോലെ സഹ്യന് അപ്പുറത്ത് നിന്ന് വന്നതും എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ബാക്കിയുണ്ടാവുമെന്ന് വെച്ചാൽ മിക്കവാറും ഇല മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ പുറത്തുനിന്ന് വന്നതാണ്, പല കാലങ്ങളിൽ വന്നു ചേർന്നതാണ്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ നമ്മുടെയാണെന്ന് പറയുന്നു. അതൊരു സന്തോഷം എന്നല്ലാതെ നമ്മുടേത് മാത്രമായിട്ടൊന്നും ഇല്ല. ഉച്ചവരെ കല്ലുരുട്ടി മോളിൽ കയറ്റിയിട്ട് ഉച്ചയ്ക്ക് താഴേക്ക് ഉരുട്ടിക്കളയുന്നൊരു ഭ്രാന്തൻ ഗ്രീക്ക് പുരാണത്തിലുണ്ട്, സിസിഫിസ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഭ്രാന്തൻ അവിടെയുണ്ട്. മകനെ ഉളിയെറിഞ്ഞ് കൊന്ന ആശാരി വേറെയുണ്ട്. യമനയെ വഴിമാറ്റി ഒഴുക്കുന്ന ബലരാമൻ നമുക്കുണ്ട്. ഈജിയൻ തൊഴുത്ത് വൃത്തിയാക്കുന്ന ഹെർക്കുലീസ് അവിടെയുണ്ട്. കാലിലും അമ്പുകൊണ്ട് മരിച്ച ശ്രീകൃഷ്ണനെ പോലെ കാലിൽ മുറിവേറ്റ് മരിച്ച അഖിലസ് അവിടെയുണ്ട്. അതുകൊണ്ട് മനുഷ്യവംശം ഇങ്ങനെ പല കാലങ്ങളിൽ പങ്കുവെച്ച് ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഏറ്റവും പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനർത്ഥമൊന്നുമില്ല എന്ന് മനസ്സിലാകും. ഇടത്താവളത്തിൽ നിൽക്കുമ്പോൾ നമ്മളുടെ അതിർത്തി പ്രധാനമാണെന്ന് തോന്നുന്നു. നോക്കൂ, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയും. പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം നമ്മുടെ ദേശീയ ഗാനത്തിലുണ്ട്, പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ. സിന്ധു പാകിസ്ഥാനിലാണ്. അതുകൊണ്ട് നമ്മുടെ ദേശീയ ഗാനത്തിൽ ഒരു എതിർരാജ്യം ഉണ്ടെന്ന് വേണമെങ്കിൽ കരുതാം. അത്രയേ ഉള്ളൂ ഈ അതിർത്തിക്കൊക്കെ അർത്ഥം. അതുകൊണ്ടാണ് ടാഗോർ പറഞ്ഞൊരു വാക്യം, നാഷണലിസം ഈസ് എ മെനസ് എന്ന് ഓർക്കേണ്ട ഒരു വാക്യമാണ്. നാഷണലിസം ഈസ് എ മെനസ്, ഇറ്റ് ഈസ് ദ പർട്ടിക്കുലർ തിങ് വിച്ച് ലൈസ് അണ്ടർ ഓൾ ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ എന്ന് അദ്ദേഹം 1919 എഴുതുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്യം കൂടി പറയാം കേട്ടോ. അദ്ദേഹം പറയുന്നുണ്ട്, പാട്രിയോട്ടിസം ഈസ് നോട്ട് മൈ സ്പിരിച്വൽ ഷെൽട്ടർ, my refuge is humanity. I will not allow patriotism to triumph over humanity as long as I live. അതുകൊണ്ട് രാജ്യസ്നേഹം പോലും മനുഷ്യവംശത്തിന് മുകളിൽ വന്നുകൂടാ എന്ന് കരുതിയ ഒരാളായിരുന്നു ഈ ടാഗോർ. അതൊരു പ്രധാനപ്പെട്ട ആശയമാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാതെ രാജ്യസ്നേഹം എന്നത് മറ്റെല്ലാറ്റിനേക്കാളും മുകളിൽ ഉയർന്നു വരേണ്ടതാണെന്നുള്ളത് ഒരാധുനിക ആശയമല്ല, കേസരി തള്ളിക്കളഞ്ഞൊരാശയമായിരുന്നു അത്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ കേസരിയുടെ ചരിത്രബോധത്തിൻ്റെ ഒരു വലിപ്പത്തെക്കുറിച്ച് പറഞ്ഞത്. നമസ്കാരം. സൗമ്യമായ ദൃഢത എന്ന ആശയം ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത് സുനിൽ മാഷിൻ്റെ പ്രഭാഷണങ്ങളിലൂടെയാണ്. ഒരു യാഥാർത്ഥ്യത്തെ, ഒരു ചരിത്ര സത്യത്തെ, അത് പൊതുബോധത്തിന് വിപരീതമാണെങ്കിലും ഒരു പുഞ്ചിരിയോടുകൂടി
ദൃഢമായി അതെങ്ങനെ അവതരിപ്പിക്കാമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലെല്ലാം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാവാം അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ മാഷായി മാറിയതും. ഒരുപാട് നന്ദി സുനിൽ പി. ഇളയിടം